very good morning to one and all. On a fine Sunday morning, we are here for a topic discussion which can be very useful to all of us by all means. The topic for discussion is about electric auto, the future technology which helps us to save money and to earn more. For the discussion, we have with us the most experienced and eminent speaker from the industry, who is the chairman and managing director of Icon India Limited, Mr. Christopher George, sir. A few Hi. words on Icon. Icon, powering the nation, an ISO 9001 company, is a pioneering presence in the field of power electronics with varied interest in medical transmission, information technology, solar energy, and so forth. Mr. Christopher George, sir, is a committed and dedicated technocrat who is behind Icon since 1991. Under his able stewardship, the company has made rapid strides. Now, Icon is a multi-core turnover company that directly employs more than 450 employees. On behalf of the participants and Manorama Kerala, I welcome you, sir, to the session and wishing that the session will be helpful for the future Kerala. Last but not the least, I welcome all the participants to the session for sparing your holiday Sunday morning with us. Dear participants, please note, during the Q&A, you can talk to the presenter by typing in mic in your chat box, which will be available on the top right corner on the screen, mobile screen you're watching now. Or you can post your doubts in the chat box itself, which will be answered during the Q&A by the experts. Over to you, sir. Thank you. താങ്ക് യു. എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ നമസ്കാരം. ഇന്നത്തെ നമ്മൾ സെമിനാറിനെ പറ്റി സംസാരിക്കുന്നത് പൊള്ളുന്ന ഇന്ധനവിലയിൽ പരിഹാരം, ഇലക്ട്രിക് ഓട്ടോയും ഉപജീവന മാർഗങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ്. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് സാധാരണ ഇലക്ട്രിക് ഓട്ടോറിക്ഷനെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ക്വസ്റ്റ്യനെയർ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ ഇവിടെ ഒരു ആൻസർ കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ഇതിൽ 16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ഇല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഇതിനപ്പുറം ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരാവുന്നതാണ്. ഹൈക്കോണിനെ സംബന്ധിച്ച് 30 വർഷം മുന്നാണ് ഹൈക്കോൺ തുടങ്ങിയിട്ടുള്ളത്. 5 എംപ്ലോയീസിൽ നിന്ന് ഇന്ന് 450 പരം എംപ്ലോയീസ് ഇന്ന് ഹൈക്കോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈക്കോണാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻവെർട്ടർ കമ്പനിയായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹൈക്കോൺ ടെക്നോളജി പ്രൊഡക്ട്സിലാണ് എപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പല പ്രൊഡക്റ്റുകളും ആദ്യമായി തന്നെ മാർക്കറ്റിലെത്തിക്കാൻ അവസരം ഹൈക്കോണുണ്ടായി. അതല്ലെങ്കിൽ ഈ ടെക്നോളജി പ്രൊഡക്റ്റിൽ പോലെ തന്നെ മുന്നോട്ട് പോകാനും സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇലക്ട്രിക് ഓട്ടോ എന്ന ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ വളരെ കുറച്ച് കമ്പനികൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അതിനൊരു അവസരം ഹൈക്കോൺ കിട്ടിയിട്ടുണ്ട്. ഇതിലെ വലിയൊരു പ്രധാനം എന്തുകൊണ്ടാണ് ഹൈക്കോൺ ഇലക്ട്രിക് ഓട്ടോയിലേക്ക് കാലുവെക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, 3 വർഷം മുന്നേ ഇലക്ട്രിക് വെഹിക്കിളിനുള്ള ബാറ്ററി, ലിഥിയം അയോൺ ബാറ്ററി മാനുഫാക്ചറിങ് ഹൈക്കോൺ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഒരു ഫോർവേഡ് ഇൻ്റഗ്രേഷൻ നെക്സ്റ്റ് സ്റ്റെപ്പായി. കാരണം ഒരു ഓട്ടോയിൽ 40% വില വരുന്നത് അതിൻ്റെ ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള മാനുഫാക്ചറിന് എന്തുകൊണ്ട് ബാറ്ററി സപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് ഹൈക്കോണും ഓട്ടോ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിക്കൂടെ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം. ഇവിടെയുള്ള ചോദ്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് വായിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും നമ്മൾ ഈ സെമിനാറിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഇപ്പോഴത്തെ ജീവിത നിലവാരം അനുസരിച്ച് ഒരു കുടുംബം പുലർത്താനുള്ള വരുമാനം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. രണ്ടാമത്, ഇത് ഒരു ഉപജീവനം ആക്കിയാൽ എത്ര വരുമാനം ലഭിക്കും? സാധാരണ എന്തെല്ലാം ചെലവുകളാണ് ഒരു ഓട്ടോയ്ക്ക് വരുന്നത്? 5 വർഷം കൊണ്ട് ഒരു ഇലക്ട്രിക് ഓട്ടോ കൊണ്ടുള്ള ലാഭം എത്ര? ഒരു ദിവസം ശരാശരി എത്ര മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും? ഇലക്ട്രിക് ഓട്ടോ ഒരു ചാർജിൽ എത്ര കിലോമീറ്റർ ഓടും?
അതേപോലെ തന്നെ ചെലവ് ചുരുക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഇലക്ട്രിക് ഓട്ടോ ചാർജ് ചെയ്യുവാൻ എത്ര സമയമെടുക്കും? ഒരു ദിവസം ഓടുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ഡീസൽ ഓട്ടോ ഡ്രൈവർമാർക്ക് ക്ഷീണം കൂടുതൽ ഉണ്ടാകുന്നത്? ഓട്ടം കൂടുതൽ കിട്ടാൻ എന്തെല്ലാം മാർഗങ്ങളാണുള്ളത്? ഇലക്ട്രിക് ഓട്ടോയിൽ മൈലേജ് കൂട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു ഇലക്ട്രിക് ഓട്ടോയുടെ വാറണ്ടി എത്രയാണ്? ഒരു ഇലക്ട്രിക് ഓട്ടോയുടെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഡീസൽ ഓട്ടോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് എന്തെല്ലാം മെയിൻ്റനൻസ് ആണ് വേണ്ടിവരുന്നത്? കേരള സംസ്ഥാന ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി പ്രകാരം ഇലക്ട്രിക് ഓട്ടോയ്ക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഗവൺമെന്റ് നൽകുന്നത്? ഇലക്ട്രിക് ഓട്ടോറിക്ഷയെക്കുറിച്ച് സാധാരണ എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് ഇപ്പോൾ ഉള്ളത്? ഇതിനെല്ലാം ഉത്തരങ്ങൾ ഞാൻ 100ഓളം ഓട്ടോ ഡ്രൈവർമാരുമായി ഇന്ററാക്ട് ചെയ്ത് പലരും എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോ ഡ്രൈവർ എന്നെ പഠിപ്പിച്ചു തന്ന പല ഉത്തരങ്ങൾക്കും എനിക്ക് പറഞ്ഞു തന്ന എല്ലാ ഓട്ടോ ഡ്രൈവർമാർക്കും ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഹൈക്കോണിന്റെ ഈ ഇലക്ട്രിക് ഓട്ടംയുടെ മോഡലാണിത്. നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നതാണ്. ഹൈക്കോണിന്റെ ഓട്ടോയിലെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. ഒന്ന്, നമുക്ക് 200 കിലോമീറ്ററോളം ഒരു ഫുൾ ചാർജിൽ യാത്ര ചെയ്യാൻ പറ്റും. AC ഓൺബോർഡ് ചാർജറും ഉണ്ട്. ഇതിനെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ, ശക്തിയുള്ള ഒരു മോട്ടറാണ്, സ്വന്തം ബ്രാൻഡിലെ ലിഥിയം അയോൺ ബാറ്ററി, ഹൈക്കോണിന്റെ ബാറ്ററി തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 40 മാസം വാറണ്ടി ഉണ്ട്. അതല്ലെങ്കിൽ 85,000 കിലോമീറ്ററിനാണ് വാറണ്ടി. അത് 5 വർഷമായാലും 6 വർഷമായാലും 85,000 കിലോമീറ്റർ വരെ അതിന് വാറണ്ടി കൊടുക്കുന്നതാണ്. ഏതാണ് ആദ്യം ആവുന്നത് അതാണ് എടുക്കുക വാറണ്ടിക്ക് വേണ്ടി. അത് നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഇപ്പോഴത്തെ ജീവിത നിലവാരം അനുസരിച്ച് ഒരു കുടുംബം പുലർത്താനുള്ള വരുമാനം ലഭിക്കുമോ? തീർച്ചയായും. നമുക്കെല്ലാം അറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒത്തിരി അധികം ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അധികം ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ നഷ്ടപ്പെട്ട ജോലിക്കാരെല്ലാം വേറെ ജോലി തപ്പി നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. നമുക്ക് അറിയാവുന്നത് തന്നെയാണ്, ഓരോ ദിവസവും ഇന്ധനത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓട്ടോ ഡ്രൈവറെയും അവരുടെ വരുമാനത്തിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഈ കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടായാലും ഈ ഇലക്ട്രിക് ഓട്ടോയുടെ കടന്നുവരവ് ഇത് ഒരു ആദായകരമായ ജീവിതോപാധിയാക്കാനുള്ള ഒരു അവസരം കൂടി തുറന്നു തരികയാണ്. തീർച്ചയായിട്ടും അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് നോക്കാവുന്ന ഒരു മേഖലയാണ് ഇലക്ട്രിക് ഓട്ടോ. ഇത് ഒരു ഉപജീവനം ആക്കിയാൽ എത്ര വരുമാനം ലഭിക്കും? സാധാരണ നിലയ്ക്ക് ഒരു ഇലക്ട്രിക് ഓട്ടോ ഒരു ദിവസം ശരാശരി 100 കിലോമീറ്റർ ആണ് ഓടുന്നത്. പലർക്കും അത് 75 കിലോമീറ്റർ തുടങ്ങി 150 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. നമ്മൾ ജനറൽ എടുക്കാന്ന് വെച്ചാൽ ഒരു 80% ഓട്ടോക്കാരും ഓടുന്നത് 100 അല്ലെങ്കിൽ 110 കിലോമീറ്ററിന് ഇടയിലാണ്. അതുകൊണ്ടാണ് നമ്മളതൊരു ബെഞ്ച് മാർക്കായിട്ട് 100 കിലോമീറ്റർ എടുക്കാൻ കാരണം. അങ്ങനെ 100 കിലോമീറ്റർ ഒരു ദിവസം ഓടുകയാണെങ്കിൽ ഒരു കിലോമീറ്ററിന് സാധാരണ ഗവൺമെന്റ് ഫിക്സ് ചെയ്ത നിരക്ക് വെച്ച് കളക്ട് ചെയ്യുക തന്നെയാണെങ്കിൽ 12 രൂപയാണ് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള കണക്ക്. അങ്ങനെ തന്നെയാണെങ്കിൽ ഒരു 1200 രൂപ മുതൽ 1500 രൂപ വരെ ലഭിക്കും. ഈ വേരിയേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ 1.5 കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് 25 രൂപ കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കാം. അത് അപ്പൊ നമ്മൾ കൂടുതൽ ട്രിപ്പുകളാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും 1500 വരെ നമുക്ക് ലഭിക്കാൻ പറ്റും. അപ്പൊ അത് ഏകദേശം ഇത്രയും നമുക്ക് ദിവസം കൂലി കിട്ടുകയാണെങ്കിൽ അത് ഏകദേശം 30,000 മുതൽ 37,500 രൂപ വരെ ഒരു മാസം നമുക്ക് വരുമാനം ഈ ഓട്ടോ ഓടിച്ചാൽ കിട്ടും. സാധാരണ എന്തെല്ലാം ചെലവുകളാണ് ഒരു ഓട്ടോറിക്ഷയ്ക്ക് വരുന്നത്? നമ്മളിത് കണക്കാക്കുന്നത് പ്രതിദിനം 100 കിലോമീറ്റർ ഒരു മാസം 2,500 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ എന്നുള്ള ഒരു കണക്ക് വെച്ചിട്ടാണ്. നമുക്കറിയാം ഒരു ഡീസൽ ഓട്ടോയ്ക്ക് അതിന്റെ മെയിൻ ചെലവ് എന്ന് പറയുന്നത് അതിന്റെ ഡീസലാണ്. അപ്പോൾ ഒരു ഡീസൽ ഓട്ടോയുടെ കണക്കെടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ ഓടാനായിട്ട് ഒരു 2 രൂപ 50 പൈസ ചെലവ് നമുക്ക് സാധാരണ വരുന്നുണ്ട് ഇപ്പോഴത്തെ നിലയ്ക്ക്. ആ നേരം നമ്മൾ രണ്ടിതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഒന്ന് ഡീസൽ ഓട്ടോയും ഒന്ന് ഇലക്ട്രിക് ഓട്ടോയും. ഒരു ഇലക്ട്രിക് ഓട്ടോ ഓടാനുള്ള വൈദ്യുതിയുടെ ചെലവ് അത് ചാർജ് ചെയ്യാനുള്ള ഒരു 40 പൈസയാണ്. അതേപോലെ തന്നെ അടുത്താണ് മെയിൻ്റനൻസ്. നമുക്കറിയാം ഒരു ഡീസൽ ഓട്ടോ
2 വർഷം 3 വർഷം ഓരോ സർവീസിനും ഒരു നല്ലൊരു ചെലവ് വരും. കാരണം അതിൻ്റെ ഫിൽറ്റർ മാറ്റണം, ഓയിൽ മാറ്റണം, അതുപോലെ എൻജിൻ പണി വരും ഇത്രയും കിലോമീറ്റർ കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് കണക്കാക്കി കഴിഞ്ഞാൽ 1 കിലോമീറ്ററിന് 60 പൈസ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ആ മെയിൻ്റനൻസ് 10 പൈസയെ താഴെ വരുള്ളൂ. അപ്പോൾ നമ്മൾ ആകെ ചെലവ് 1 കിലോമീറ്റർ ഓടുവാൻ വേണ്ടിയിട്ട് നമുക്ക് 3 രൂപ 10 പൈസ ഡീസൽ ഓട്ടോയ്ക്ക് വരുമ്പോൾ അതിന് ഇലക്ട്രിക് ഓട്ടോയ്ക്ക് വരുന്നത് 50 പൈസ മാത്രമാണ്. അങ്ങനെ കണക്കാക്കിയാൽ ഒരു മാസം ചെലവ് വരുന്നത് 9180 രൂപയാണ് ഒരു ഡീസൽ ഓട്ടോയ്ക്ക്. ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ആ സമയം 1500 താഴെ വരുള്ളൂ. ഞാൻ ഡ്രൈവർമാരോടെല്ലാം സംസാരിക്കുമ്പോൾ അവരുടെ ഫീഡ്ബാക്ക് പലരും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരികയാണ്, കഴിക്കാറുണ്ട്, അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. അതല്ലാത്ത ഒത്തിരി ഡ്രൈവർമാർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഒരു ചെലവ് ആവറേജ് 200 രൂപ കണക്കാക്കിയാൽ ഒരു മാസം 4500 രൂപയാണ് ഒരു മറ്റു ചെലവുകൾക്കായി ഒരു ഡ്രൈവറിന് വരുന്നത്. അത് ഇലക്ട്രിക് ആയാലും ഡീസൽ ആയാലും ശരിയാണ്, സെയിം ആയിരിക്കും. അപ്പം മൊത്തം ചെലവ് ഒരു മാസം നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 13,680 രൂപ വരുന്നിടത്ത് ഇലക്ട്രിക് ഓട്ടോയ്ക്ക് അത് 6000 രൂപയാണ് വരികയുള്ളൂ. ഇതാണ് നമുക്ക് ഒരു മാസം നോക്കി കഴിഞ്ഞാൽ ഈ ചെലവ് കഴിച്ച് നമുക്ക് വരുമാനത്തിൽ നിന്ന് ഈ ചെലവ് പോയി കഴിഞ്ഞാൽ ഒരു ഡീസൽ വണ്ടിയാണ് ഉപയോഗിക്കണമെങ്കിൽ 22,320 രൂപയും, അതല്ല ഒരു ഇലക്ട്രിക് ഓട്ടോയാണ് ഈ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ 31,000 രൂപയും നമുക്ക് ചെലവ് കഴിഞ്ഞ് കയ്യിൽ കിട്ടും. ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഇതിൻ്റെ ഒരു വലിയൊരു അഡീഷണൽ ഇൻകം കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, 5 വർഷം കൊണ്ട് ഒരു ഇലക്ട്രിക് ഓട്ടോ കൊണ്ട് എത്ര ലാഭം കിട്ടും? നമ്മളിപ്പോൾ നമുക്കൊരു മാസം വരുമാനത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ വരുമാനത്തിൽ നിന്ന് നമുക്ക് 5 വർഷം കൊണ്ട് എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു മാസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസം ഓടുകയാണെങ്കിൽ 22,920 രൂപയാണ് നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. ഒരു കൊല്ലം ഓടാണെങ്കിൽ 2,60,000. 5 കൊല്ലം കൊണ്ട് അത് 13,39,000 രൂപ. ഇതിൽ നമ്മൾ EMI ഒന്നും കണക്കാക്കിയിട്ടില്ല, നമ്മൾ ചെലവും വരുമാനവും മാത്രം കണക്കാക്കിയിട്ടുള്ള ഒരു ഫിഗറാണ്. ആ സമയം ഒരു ഇലക്ട്രിക് ഓട്ടോയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 കൊല്ലം കൊണ്ട് 18,60,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം, ഒരു ഡീസൽ ഓട്ടോ ഓടിക്കുന്നു ഞാൻ 5 കൊല്ലം കൊണ്ട് എത്ര കിട്ടുന്നു, അതിന് പകരം ഞാൻ ഒരു ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ലാഭം എത്രയാണെന്ന് ചോദിച്ചാൽ 5 വർഷം കൊണ്ട് കിട്ടാവുന്ന ഒരു ലാഭം 5,20,000 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഓട്ടോ ഇനിയുള്ളൊരു കാലഘട്ടത്തിലേക്ക് മാറാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, കാരണം നമ്മുടെ പുതിയ പോളിസികളെല്ലാം വന്നിട്ടുണ്ട്. 15 വർഷം കഴിഞ്ഞ വണ്ടികൾ നമ്മൾ സ്ക്രാപ്പ് ആക്കണം എന്നുള്ള ഗവൺമെന്റ് പോളിസി അത് കേരള ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു 10 വർഷം കഴിഞ്ഞ ഓട്ടോ ഡ്രൈവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള കാലം കഴിയും തോറും അതിന്റെ വാല്യൂ ഇല്ലാതെയാവുകയാണ്. ഈ സമയത്ത് നിങ്ങളൊരു പഴയ ഇലക്ട്രിക് ഓട്ടോ അല്ലെ ഒരു ഓട്ടോ വിറ്റ് അതിന്റെ എമൗണ്ട് കൊണ്ട് നമുക്കൊരു ലോൺ എടുത്തൊരു പുതിയ ഓട്ടോ വാങ്ങിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ലാഭം കിട്ടാൻ ഒരു അവസരം ഒരുക്കുകയാണ് ഈ ഇലക്ട്രിക് ഓട്ടോ വരുന്നതോടുകൂടി. ഇങ്ങനെ ഓടാനായിട്ട് ഒരു ശരാശരി ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും? പൊതുവെ ഈ ഓട്ടോ ഡ്രൈവർമാരുടെ എന്നുള്ള ഫീഡ്ബാക്ക് അനുസരിച്ച് പലരും കാലത്ത് 8 മണി തുടങ്ങി വൈകിട്ട് 8 മണി വരെയാണ് ഓടിക്കുന്നത്. അതിൽ വ്യത്യാസമുണ്ട്, ചിലർ 8 മണിക്കൂർ ഓടിക്കാറുണ്ട്. അതെല്ലാം അവർ ഒരു ആവറേജ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 10 തുടങ്ങിയിട്ട് 12 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും. അതിൽ നമ്മൾ ചായ കുടിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള സമയം നീക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു ജോലി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാനം കിട്ടാവുന്ന ഒരു മാർഗം തന്നെയാണ് ഇലക്ട്രിക് ഓട്ടോ അല്ലെങ്കിൽ ഓട്ടോ തൊഴിൽ. ഇലക്ട്രിക് ഓട്ടോ ഒറ്റ ചാർജിൽ എത്ര കിലോമീറ്റർ ഓടും? ഇലക്ട്രിക് ഓട്ടോയുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് അത് എത്ര കിലോമീറ്റർ ഓടാ എന്നുള്ളത് തീരുമാനം എടുക്കുന്നത്. കാരണം പല ഇലക്ട്രിക് ഓട്ടോകളും പലതരം കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ് വരുന്നത്. പക്ഷെ ഹൈക്കോൺ ഇലക്ട്രിക് ഓട്ടോയിൽ 9.2 കിലോവാട്ട് ശേഷിയുള്ള ലിഥിയം അയോൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരമാവധി ദൂരം 200 കിലോമീറ്റർ ശേഷിയുണ്ട് അതിന് പോകാനായിട്ട്. പക്ഷെ ഈ 200 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് കണ്ടീഷൻസിലാണ്. നിരപ്പായ റോഡിൽ ഒരു ഡ്രൈവർ ഒരു പാസഞ്ചർ 30-32 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ ആണ് കിട്ടുക.
ഇതല്ല പലപ്പോഴും നമുക്ക് ഉണ്ടാവാറ്. കാരണം ചിലപ്പോൾ 3 പാസഞ്ചറാണ്, ചിലപ്പോൾ ലോഡ് കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ കയറ്റം കയറേണ്ടി വരും. ഹൈ റേഞ്ചിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈ റേഞ്ചിൽ മാത്രം ഓടുകയാണെങ്കിൽ, ഫുൾ കപ്പാസിറ്റി വെച്ച് ഓടുകയാണെങ്കിൽ ഒരു 130 തൊട്ടിട്ട് 180 കിലോമീറ്റർ വരെ അതിനുള്ളിലാണ് സാധാരണ നമുക്ക് ഈ ഐക്കോണിന്റെ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് കിട്ടുക. മറ്റുള്ള ഓട്ടോയ്ക്ക് 100 തൊട്ടിട്ട് 130 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്റർ കിട്ടുന്ന ഓട്ടോകളും ഇന്ന് ഇറങ്ങുന്നുണ്ട്. ഇലക്ട്രിക് ഓട്ടോ ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഇത് പലരുടെയും ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇത് എവിടെ ചാർജ് ചെയ്യാൻ പറ്റും, എത്ര സമയം എടുക്കും, ഒരു ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞാൽ എനിക്ക് ചാർജ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അപ്പൊ എങ്ങനെ പിന്നെ ഓടാൻ പറ്റും? ഇതൊക്കെ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ 2 തരം ചാർജിങ് അല്ലെങ്കിൽ ചാർജേഴ്സ് ഉണ്ട്. ഒന്ന് AC ചാർജർ എന്ന് പറയും. നമ്മുടെ വീട്ടിൽ പ്ലഗിൽ നിന്ന് കുത്താനുള്ള ഒരു ചാർജിങ് സിസ്റ്റത്തിനെയാണ് AC ചാർജർ എന്ന് പറയുന്നത്. അത് ഇലക്ട്രിക് ഓട്ടോയിലുള്ള ചാർജർ ഉണ്ടാവും. ഈ ചാർജറിന്റെ പ്ലഗ് എടുത്ത് നമ്മുടെ വീട്ടിലുള്ള ഒരു 16 ആംപ്സ് പ്ലഗ് സോക്കറ്റിൽ കുത്തുകയാണെങ്കിൽ ആ ഇലക്ട്രിക് ഓട്ടോ ചാർജ് ചെയ്യാൻ പറ്റും. ഐക്കോണിന്റെ 1.2 കിലോ വാട്ടിന്റെ ചാർജറാണ്. അതിൽ 5 മണിക്കൂർ തുടങ്ങിയിട്ട് 5 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് ഒരു ഓട്ടോയിലുള്ള ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. ഇത് AC ചാർജറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതല്ലാതെ DC ചാർജർ ഓപ്ഷൻ പല ഓട്ടോകളിലും ഉണ്ടാവും. ഐക്കോണിലോ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. DC ചാർജർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫാസ്റ്റ് ചാർജിങ് എന്നുള്ളതാണ്. നമ്മളിപ്പം വീട്ടിലിട്ട് 6 മണിക്കൂർ ചാർജ് ചെയ്യുന്നതിന് പകരം 2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ടോ ചാർജ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് DC ചാർജർ. പക്ഷെ അതിന്റെ ആ ചാർജർ നമ്മൾ വണ്ടിയുടെ കൂടെ കൊടുക്കുന്നില്ല. അത് ഡീലർ പോയിന്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പല എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഹോട്ടലോ അല്ലെങ്കിൽ പെട്രോൾ പമ്പ്സ് അവിടെ എല്ലാം ഈ ചാർജേഴ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. ഈ ഓട്ടോയ്ക്ക് മാത്രമുള്ള ഒരു DC ചാർജറാണ്. അതിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ടി 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഈ ബാറ്ററിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ 2 മണിക്കൂറിന് പകരം 1 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ 200 കിലോമീറ്ററിന് പകരം 100 കിലോമീറ്ററിൽ ഓടും. അരമണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ 50 കിലോമീറ്റർ ഓടാം. അപ്പോൾ ഇങ്ങനത്തെ, അതല്ലാണ്ട് നമ്മൾ ഒരു വട്ടം ചാർജ് ചെയ്ത് അത് ഫുൾ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. 10 മിനിറ്റ് ചാർജ് ചെയ്യുക, അത്രയും കിലോമീറ്റർ നമുക്ക് വേണമെങ്കിൽ ഓടാം. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും എത്തി ഒരു കുറച്ച് സമയം ചാർജ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഉപയോഗിച്ച ചാർജ് കൊണ്ട് നമുക്ക് വീട്ടിലെത്തണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് അത് ഫുൾ ചാർജ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദിവസം ഓടുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ഒരു ഓട്ടോ ഡ്രൈവർക്ക് ക്ഷീണം ഉണ്ടാകുന്നത്? പലപ്പോഴും നമുക്ക് കാണാം, പല ഓട്ടോ ഡ്രൈവറും വളരെ ക്ഷീണിച്ചാണ് ഇരിക്കാറ് ഈ ഉച്ചതിരിഞ്ഞാകുമ്പോഴേക്കും. അതുകൊണ്ടുള്ള മെയിൻ കാരണം നമ്മൾ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇലക്ട്രിക് ഓട്ടോയ്ക്ക് വളരെയധികം, ഇലക്ട്രിക് ഓട്ടോയ്ക്ക് സാധാരണ ഡീസൽ ഓട്ടോയ്ക്ക് വളരെയധികം വൈബ്രേഷൻ ഉണ്ട്. കാരണം ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ ശബ്ദവും അതിൻ്റെ വൈബ്രേഷനും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ സ്മോക്ക്. നമുക്ക് പലപ്പോഴും ഓട്ടോ ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ്. അപ്പൊ ഇതിനുള്ളിൽ ഡീസലിൽ നിന്നുള്ള പുകയും അതിന്റെ സ്മെല്ലും എല്ലാം അകത്തേക്ക് വരും. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഒരു 100 കിലോമീറ്റർ എത്തുമ്പോഴേക്കും ആ ഡ്രൈവറിന് ക്ഷീണം വളരെ കൂടുതലാണ് ഉണ്ടാവുക. അതേസമയം ഇലക്ട്രിക് ഓട്ടോയ്ക്ക് വൈബ്രേഷനും ഉണ്ടാവില്ല, പുകയും ഇല്ല, വേറെ ശബ്ദവും ഇല്ല. നമ്മൾ വിചാരിക്കും ശബ്ദം ഇത്രയധികം ക്ഷീണം ഉണ്ടാക്കുമെന്നുള്ളത്. തീർച്ചയായും അതിന്റെ ഡെസിബിൾ വളരെ കൂടുതലാണ് ഇലക്ട്രിക് ഓട്ടോ, ഈ ഡീസൽ എഞ്ചിൻ ഓട്ടോകളുടെ. അപ്പൊ അത് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ക്ഷീണം ഉണ്ടാക്കുന്നതാണ്. കാലത്ത് തുടങ്ങിയിട്ട് ഒരു 10 മണിക്കൂറോളം, 5 മണിക്കൂർ 6 മണിക്കൂർ കണ്ടിന്യൂസ് ഓടിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷീണം ഉണ്ടാക്കും. അതൊന്നും ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആക്ച്വലി അതൊന്ന് കൂടുതൽ കിലോമീറ്റർ ഓടിക്കാനുള്ള ഒരു ഉന്മേഷം കൂടി ഇലക്ട്രിക് ഓട്ടോയ്ക്ക് കിട്ടുന്നുള്ളതാണ്. ഓട്ടം കൂടുതൽ കിട്ടുവാൻ എന്തെല്ലാം മാർഗങ്ങളാണ് ഉള്ളത്? ഞാൻ പല ഓട്ടോ ഡ്രൈവർമാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരവിടെ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ക്യൂവിൽ നിൽക്കുകയാണ്. ഒരു 30-40%, 50% ക്യൂവിൽ നിന്ന് സമയം കളയുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കോവിഡിന് ശേഷം ഒത്തിരിയധികം ബിസിനസ്സുകൾ ചെയ്യുന്ന വർക്കിംഗ് പാറ്റേൺ തന്നെ മാറിപ്പോയി. നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഇപ്പൊ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് വർക്ക് ചെയ്തിരുന്ന ഓഫീസ് ഇന്ന് കാലിയാണ്. അതിൽ സ്കെൽറ്റൻ സ്റ്റാഫ് മാത്രമാണ് ഓഫീസിലുള്ളത്. ബാക്കി എല്ലാവരും വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്, വർക്ക് ഫ്രം ഹോം. ഈ ഒരു കൺസെപ്റ്റ് എന്തുകൊണ്ട് നമുക്ക് ഓട്ടോ ഡ്രൈവർമാർക്കും യൂസ് ചെയ്തത്? നമ്മളിന്ന് സ്റ്റാൻഡിൽ പോയി നിൽക്കണം. നമ്മൾ നല്ലൊരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ തേടി ആൾക്കാർ എത്തും.
വർക്ക് ഫ്രം ഹോം എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ഒരു മൊബൈല് എല്ലാ ഓട്ടോ ഡ്രൈവർമാരായാലും ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പർ വണ്ടിയിൽ എഴുതി വെക്കുകയും ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്യുകയും പുറത്ത് ഡിസ്പ്ലേയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ പലപ്പോഴും ആരും ആ നമ്പർ പറഞ്ഞു കൊടുക്കുക തന്നെ ഇല്ല, അല്ലെങ്കിൽ ഈ ഓട്ടോയുടെ എവിടെയെങ്കിലും മൂലയിൽ വളരെ ചെറിയൊരു നമ്പറായിട്ട് എഴുതി വെക്കും. ഒരാൾക്ക് ഒരു അത്യാവശ്യം ഓട്ടോ വിളിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയി വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ നമ്പർ വലുതാക്കി എഴുതി വെച്ച് നിങ്ങളൊരു ഫോട്ടോ അതിന്റെ സൈഡിൽ ഒട്ടിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എഴുതി വെക്കുക, എപ്പോൾ ഓട്ടോ വേണമെങ്കിലും വിളിച്ചാൽ ഞാൻ വരുന്നതാണ്. രണ്ടാമത്തെ, കസ്റ്റമറിനോട് സന്തോഷത്തോടുകൂടി പെരുമാറാൻ പഠിക്കുന്നതാണ്. അത് വളരെ ആവശ്യം. നമ്മൾ പലപ്പോഴും നിങ്ങൾ വേണമെങ്കിൽ കയറിക്കോ എന്നുള്ള മനോഭാവം മാറ്റി നിങ്ങൾ എൻ്റെ കസ്റ്റമറാണ്, നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്നുള്ളൊരു മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളെ ബന്ധു മിത്രാദികളാണ് നിങ്ങൾ ഈ ഓട്ടോയിൽ കയറുന്നുള്ള കണക്കാക്കിയിട്ട് ഒടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന് വളരെ സന്തോഷം ഉണ്ടാവും. അങ്ങനെ സന്തോഷം ജനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കസ്റ്റമർ അടുത്തോട്ടം നിങ്ങളുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ച് നിങ്ങൾ തന്നെ താല്പര്യം. ഒത്തിരി കസ്റ്റമേഴ്സ് അങ്ങനത്തെ ഉണ്ട്. കാരണം റെഗുലറായിട്ട് ഒരേ ഓട്ടോ ഡ്രൈവറിനെ വിളിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് ഒരു ഹിൽ ഗാർഡൻ കോളനി തൃശ്ശൂരിലാണ്. അവിടുത്തെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, 3-4 ഓട്ടോ ഡ്രൈവർ മാത്രമേ വിളിക്കുള്ളൂ അവിടുത്തെ വീട്ടുകാരെല്ലാം. അപ്പൊ അവരെല്ലാം നമ്പറുണ്ട്. അപ്പൊ ഇതേപോലെ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കോളുകൾ കിട്ടും. നിങ്ങൾക്ക് ഓട്ടം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഓട്ടം പാസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് വേറെ ബിസിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ 5 കിലോമീറ്ററിനുള്ളിൽ സാമൂഹിക ബന്ധങ്ങൾ വളർത്തിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിൽ നിങ്ങളൊരു നമ്പറും നിങ്ങളുടെ പേരും വെച്ചിട്ട് ഒരു കാർഡ് പ്രിന്റ് ചെയ്തിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ നിങ്ങളെ വിളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ഫോൺ വഴി തന്നെ ധാരാളം ട്രിപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കും. കാരണം നിങ്ങൾ ഒരു 40% സമയം വെറുതെ കാത്തുനിന്ന് കളയണതിന് പകരം അത് കൂടി കിട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം 150 കിലോമീറ്റർ ഓടാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ 30,000 വരുമാനം പറയണത് 100 കിലോമീറ്റർ വെച്ചാണ്. അത് 150 കിലോമീറ്റർ ആയാൽ 45,000 തുടങ്ങിയിട്ട് 50,000 രൂപയോളം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് വലിയൊരു ചേഞ്ച് ആണ്. അപ്പോൾ ഒരു ദിവസം 50 കിലോമീറ്റർ എക്സ്ട്രാ ഓടാനുള്ള ഒരു മാർഗം നമ്മുടെ മുന്നിൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിനൊരു ട്രെയിനിങ് പ്രോഗ്രാമും ഒരു ഇതും ഹൈക്കോൺ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ ഒരു ദിവസത്തെ കിലോമീറ്റർ 80 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 50% കൂടി കൂട്ടാൻ എന്തൊക്കെ മാർഗങ്ങളാണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഇലക്ട്രിക് ഓട്ടോ നമ്മൾ ഡീലർ വഴി എടുക്കുമ്പോൾ ഇതിനും കൂടിയും ഒരു ട്രെയിനിങ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ഓട്ടോയിൽ മൈലേജ് കൂട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ സാധാരണ ഇലക്ട്രിക് ഓട്ടോയുടെ ഏത് ഇലക്ട്രിക് ഓട്ടോ ഒന്നല്ല, ഏത് വണ്ടികളായാലും അതിനൊരു ഒപ്റ്റിമം സ്പീഡ് ഉണ്ട്. ആ ഒപ്റ്റിമം സ്പീഡിലായിരിക്കും അതിന് കൂടുതൽ മൈലേജ് അല്ലെങ്കിൽ കൂടുതൽ റണ്ണിങ് കിലോമീറ്റർ. ഡീസൽ ആയാലും ശരി, ഇലക്ട്രിക് ആയാലും ശരി. ഹൈക്കോണിന്റെ ഇലക്ട്രിക്കോടെ ഒപ്റ്റിമം സ്പീഡ് കൂടുതൽ മൈലേജ് കിട്ടാനുള്ള സ്പീഡ് എന്ന് പറയുന്നത് 30-34 കിലോമീറ്റർ ആണ്. പിന്നത്തെ ഒരു കാര്യം, സാധാരണ ഡീസൽ ഓട്ടോയിൽ ഇല്ലാത്ത ഒരു ഫീച്ചറാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം. അത് ഇലക്ട്രിക് ഓട്ടോ ഹിറ്റോല്, ഐക്കോണിന്റെ ഹിറ്റോല് അത് ഉണ്ട്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി സ്പീഡിൽ പോവുകയോ അതല്ലെങ്കിൽ ഒരു ഇറക്കത്തോടെ പോവുകയാണെങ്കിൽ നമുക്ക് ആ സ്പീഡ് കുറയ്ക്കാനായിട്ട് നമ്മൾ ആക്സിലറേറ്റ് കുറച്ചാൽ മതി. ആക്സിലറേറ്റ് കുറയ്ക്കുമ്പോൾ എന്തുണ്ടാവും? ആ മോട്ടറിന്റെ ഉള്ളിൽ എക്സസ് എനർജി വരുന്നത്. കാരണം ആക്സിലറേറ്റ് കൊടുക്കാതെ തന്നെ വണ്ടി ഇറക്കത്ത് ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ നിന്ന് കൂടുതൽ എനർജി ഒരു ജനറേറ്ററായിട്ട് ഈ മോട്ടർ മാറും ആ സമയത്ത്. അപ്പൊ ഈ എക്സസ് എനർജി തിരിച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കും. അതിനെയാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതൊരു ബ്രേക്കിംഗ് പോലെ അപ്ലൈ ചെയ്യും. അപ്പൊ സാധാരണ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ സ്പീഡോമീറ്റർ, നമ്മൾ ആക്സിലറേറ്റർ കുറച്ചാൽ തന്നെ വണ്ടിയുടെ സ്പീഡ് കുറയും. സ്പീഡ് കുറയാൽ ഒരു ബ്രേക്കിംഗ് മെക്കാനിസം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക് ഓട്ടോയിൽ, പ്രത്യേകിച്ച് ഐക്കോണിന്റെ ഇലക്ട്രിക് ഓട്ടോ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ ആക്സിലറേറ്റർ കുറച്ച് ബ്രേക്കിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ പഠിച്ചത് തന്നെ അതിന്റെ മൈലേജ് കൂടുതൽ കിട്ടാൻ. പിന്നെ ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ അതിന്റെ മൈലേജ് എന്ന് പറയുന്നത് അതിന്റെ ലോഡിനനുസരിച്ചാണ്. നമ്മൾ ഒരാളെ കൂട്ടുമ്പോൾ ഒരു 15-16 കിലോമീറ്ററോളം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരാൾ വെച്ച് ഓടിക്കുന്നതിന് പകരം 3 പേരെ വെച്ച് ഓടിക്കുമ്പോൾ ഒരു 30 കിലോമീറ്റർ 35 കിലോമീറ്ററോളം നമുക്ക്
അതിൻ്റെ യാത്രയിൽ മൈലേജിൽ കുറവ് വരും. അത് പക്ഷെ ഞാൻ ഈ ഓട്ടോ ഡ്രൈവർമാരെ സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, 80% ഓട്ടം 3 പേരിന് താഴെയുള്ളവരാണ്. അതിലൊരു 40-50% ഓട്ടം കേരളത്തിൽ ഒരു പാസഞ്ചർ വെച്ചിട്ടാണ്. ഇപ്പം എന്തായാലും പിന്നെയുള്ള ഒരു 30-40% 2 പാസഞ്ചർ ഉണ്ടാവും. 3 പാസഞ്ചർ വെച്ച് അതിൽ കൂടുതൽ വെച്ച് പോകുന്നത് വളരെ കുറവാണ്. അപ്പം എന്തായാലും കിലോമീറ്റർ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് കിട്ടാനായിട്ട് ഒരു വിഷമമൊന്നുമില്ല. ഇലക്ട്രിക് ഓട്ടോയുടെ വാറണ്ടി എത്രയാണ്? പല കമ്പനികളും പല വാറണ്ടിയാണ് കൊടുക്കുന്നത്. അതിൽ ഐക്കോൺ കൊടുക്കുന്ന വാറണ്ടി 40 മാസമാണ്. 3 കൊല്ലവും 4 മാസവും എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. 85,000 കിലോമീറ്റർ ആണ്. അപ്പൊ ഏതാണ് ആദ്യം കവർ ചെയ്യുന്നത് അതാണ് വാറണ്ടി ആയിട്ട് കൊടുക്കുന്നത്. ഈ വാറണ്ടി പീരീഡിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും ഇതെല്ലാം കവേർഡ് ആണ്. ഇതിന്റെ ബാറ്ററിയും മോട്ടറും കൺട്രോളറും എല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇതിന് വേറെ അഡീഷണൽ ചെലവുകൾ വേറെ ഒന്നും വരുന്നതല്ല. ഇലക്ട്രിക് ഓട്ടോയുടെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ ഓട്ടോയുടെ പോലെ ചേസീസും അതിന്റെ ടയേഴ്സും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വരുന്ന എഞ്ചിന് പകരം നമുക്കിവിടെ കാരണം ഒരു മോട്ടറാണ്. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു 3 ഫേസ് മോട്ടർ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ഫേസ് മോട്ടറാണ്. ഹൈ എഫിഷ്യന്റ് മോട്ടറാണ് ഇതിന് 3 ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ 3 ഫേസ് മോട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ബാറ്ററിയാണ്. നമ്മുടെ വീടുകളിലെല്ലാം പലർക്കും വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ട്, ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടർ വഴി AC ഉണ്ടാക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഈ ബാറ്ററി വഴി കൺട്രോളർ എന്ന് പറയുന്നത് 3 ഫേസ് ഇൻവെർട്ടർ ആണ്. ആ 3 ഫേസ് ഇൻവെർട്ടർ വെച്ച് ഈ മോട്ടർ ഓടിക്കുന്നു. ഈ മോട്ടർ ഓടിച്ചിട്ടാണ് ഈ വണ്ടി ഓടുന്നത്. ഈ മോട്ടറിന്റെ കണക്ഷൻ പോകുന്നത് ഡിഫറൻഷ്യൽക്ക് വേണ്ടിയിട്ടാണ്. അതിൽ നിന്നാണ് ഇതിന്റെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിന്റെ സ്പീഡെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ വഴിയാണ്. പിന്നെ ഐക്കോണിന്റെ ഇലക്ട്രിക് ഓട്ടോയിൽ 2 ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ബാറ്ററി മാറ്റി വെച്ചത് തന്നെ ഒരു 100 കിലോമീറ്റർ ഒരു ബാറ്ററിയിൽ ഓടും. ഡീസൽ ഓട്ടോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് എന്തെല്ലാം മെയിൻ്റനൻസ് ആണ് വേണ്ടി വരുന്നത്? ഡീസൽ ഓട്ടോയെ പോലെ എഞ്ചിനോ ഗിയറോ അതേപോലെ ഗിയർ ഓയിലോ ഫിൽറ്ററോ ആക്സിലറേറ്റർ കേബിളോ ക്ലച്ച് കേബിളോ ഒന്നും തന്നെ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഈ പറഞ്ഞ സാധനങ്ങൾക്കാണ് മെയിൻ്റനൻസ് നോർമലി വരുന്നത്. ഇതൊന്നും ഇലക്ട്രിക് ഓട്ടോയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഫ്രീ സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ആദ്യത്തെ സർവീസ് 2000 കിലോമീറ്റർ ഓടി വരുമ്പോൾ നമ്മളൊരു സർവീസ് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് സർവീസ് 5000 കിലോമീറ്ററിലാണ്. തേർഡ് സർവീസ് 10000 കിലോമീറ്ററിലാണ്. കേരള സംസ്ഥാന ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി പ്രകാരം ഇലക്ട്രിക് ഓട്ടോയ്ക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഗവൺമെന്റ് നൽകുന്നത്? ഒരു ഇലക്ട്രിക് ഓട്ടോ ഇപ്പൊ ഇന്ന് ഓൾ ഓവർ വേൾഡ്, രാജ്യമെമ്പാടും മാത്രമല്ല ലോകമെമ്പാടും ഇലക്ട്രിക് വണ്ടികൾക്ക് പ്രധാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒന്നാമത്തത് അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. റണ്ണിങ് കിലോമീറ്റർ കോസ്റ്റ് വളരെ കുറവാണ്. ഇതിനെല്ലാം ഉപരി അതിൽ നിന്ന് പൊല്യൂഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇതൊരു സുനാമി പോലെ എല്ലാ സെക്ടറിലും ഇലക്ട്രിക് വെഹിക്കിൾ വന്നു എന്നുള്ള യാതൊരു സംശയവുമില്ല. നമ്മൾ ആദ്യം വിചാരിച്ച് ഇന്ത്യയിലെല്ലാം ഇലക്ട്രിക് വെഹിക്കിൾ വരാൻ അടുത്ത 10 വർഷം 15 വർഷം എടുക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈ മൊബൈൽ വന്ന പോലെ തന്നെ ഒരു സുനാമി പോലെ ഇലക്ട്രിക് വെഹിക്കിൾ യുഗം തുറന്നു വരികയാണ്. ഇതിൻ്റെ ഒരു 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾ സക്സസ് ആവാണ്ടിരിക്കുന്നതിൻ്റെ ഒരു റീസൺ. ഒന്ന് ഇതിൻ്റെ കോസ്റ്റാണ്. നമ്മൾ സാധാരണ ഒരു കാറായാലും ഇലക്ട്രിക് ഓട്ടോ ആയാലും ശരി, സാധാരണ കൺവെൻഷണൽ വണ്ടികളെയും വിട്ടിട്ട് ഒരു 20% 30% കൂടുതലാണ് ഇതിൻ്റെ വില. കാറിലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 50% കൂടുതലാണ്. അതിൻ്റെ ഒരു കാര്യം, ഒരു ഇലക്ട്രിക് വണ്ടികളിൽ അതിൻ്റെ വലിയൊരു കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററിയാണ്. 40% കോസ്റ്റ് വരുന്നത് അതിൻ്റെ ബാറ്ററിയാണ്. പക്ഷെ നമ്മൾ 4-5 വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വർഷം ശരാശരി 5 മുതൽ 10% ബാറ്ററിയുടെ വില കുറയുന്നുണ്ട്. സെല്ല് ഉണ്ടാക്കുന്നതിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാസ് വോളിയം വരുന്നതോടുകൂടി ഇതിൻ്റെ വില കുറയുകയും അടുത്ത 2-3 വർഷത്തിനുള്ളിൽ സാധാരണ വണ്ടിയുടെയും അല്ലെങ്കിൽ അറ്റ് പാറായി ഇലക്ട്രിക് വെഹിക്കിളിന്റെ വില വരും എന്നുള്ളതാണ്. 5 വർഷത്തിനുള്ളിൽ
സാധാരണ വണ്ടി ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ വെഹിക്കിളിനേലും വില കുറഞ്ഞിരിക്കും ഇലക്ട്രിക് വെഹിക്കിൾ. അതേപോലെയാണ്, അത്രയും മാസ് വോളിയത്തിലേക്കാണ് ഈ വണ്ടികളെല്ലാം പോകുന്നത്. അപ്പോൾ നിങ്ങളും അതിന്റെ മുന്നോടിയായി മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കുറെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ്, നമ്മുടെ കേരള ഗവൺമെന്റും ഇലക്ട്രിക് വെഹിക്കിളിന് കുറെ പോളിസി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ എവിടെയും ഓടാൻ പെർമിറ്റ് ആവശ്യമില്ല. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഓടിക്കും. മറ്റേത് ഒരു ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഓട്ടോ ഓപ്പറേഷൻ ലിമിറ്റിൽ ഓടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തുടങ്ങി 3.5 ലക്ഷം 4 ലക്ഷം വരെ പെർമിറ്റിന് ചെലവാക്കണം. ഇത് ഇലക്ട്രിക് ഓട്ടോയ്ക്ക് പെർമിറ്റ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് സാധാരണ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രൈവർമാർക്കുള്ള ഏറ്റവും വലിയൊരു കൺസേൺ, ഞങ്ങൾ പൈസ അടയ്ക്കുന്നു, ഇലക്ട്രിക് ഓട്ടോയ്ക്ക് പൈസ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ് അവരുടെ വലിയൊരു കൺസേൺ. അപ്പോൾ അതൊരു ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ആണ്. ഇലക്ട്രിക് ഓട്ടോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ നമ്മൾ എത്രയും കണക്കിലെടുത്ത് അത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിന് റോഡ് ടാക്സ് ഇല്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് സബ്സിഡി 30,000 രൂപ ഒരു ഇലക്ട്രിക് ഓട്ടോ വാങ്ങിച്ച ഡ്രൈവറിന് കിട്ടും. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യുന്ന പ്രത്യേക KSEB കണക്ഷൻ എടുക്കുകയാണെങ്കിൽ യൂണിറ്റിന് 5 രൂപ കൊടുക്കണ്ടോ. നമ്മൾ ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാനുള്ള പ്രത്യേക കണക്ഷൻ നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ 8 രൂപ 9 രൂപ എന്നുള്ള കണക്കിൽ നിന്ന് 5 രൂപയിലേക്ക് കുറയും. അങ്ങനെ 5 രൂപയിലേക്ക് കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 കിലോമീറ്റർ ഓടുന്ന ചെലവ് നമ്മൾ 25 പൈസയായി മാറും. നമ്മൾ 10 രൂപ അല്ലെങ്കിൽ 8 രൂപ വെച്ച് കണക്കാക്കുമ്പോഴാണ് അത് 50 പൈസയിലേക്ക് എത്തുന്നത്. അത് 5 രൂപയിലേക്ക് കുറയുകയാണെങ്കിൽ, അപ്പോൾ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ്, നിങ്ങൾ ഇലക്ട്രിക് ഓട്ടോ വാങ്ങിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് മീറ്റർ വെച്ച് ഒരു KSEB നിങ്ങളുടെ വീട്ടിൽ ചാർജ് 5 രൂപയുടെ മേലെയാണെങ്കിൽ മാത്രമേ ഇത് ആവശ്യമുള്ളൂ. അതിന് താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയധികം ബെനിഫിറ്റുകൾ നമുക്ക് ഗവൺമെന്റ് കൊടുക്കുന്നു. അതേപോലെ തന്നെ KFC വഴി ലോണും കൊടുക്കുന്നുണ്ട്. സബ്സിഡൈസ്ഡ് റേറ്റിൽ ലോൺ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം വളരെ സൗകര്യപ്രദമാണ് ഇത് ഓടിക്കാനായിട്ട്. ഗിയറില്ലാത്തത് തന്നെ ആർക്ക് വേണമെങ്കിലും അനാവശ്യം ഓടിക്കാം. നമ്മൾ റിവേഴ്സിലേക്ക് പോകാനായിട്ട് ഒരു സ്വിച്ച് മാത്രമാണ്. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലോട്ട് പോകണു, അടുത്ത സ്വിച്ച് ഇട്ടാൽ മുന്നിലോട്ട് പോകാൻ. അപ്പോൾ വേറെ വിഷമകരമായ ഒരു സംഗതിയും ഇതിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ലേഡീസിന്, വനിതകൾക്ക് ഇത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇതൊരു ഉപജീവന മാർഗമാക്കാൻ യാതൊരു വിഷമമില്ലാത്തൊരു മേഖലയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് ഓട്ടോ. ഇലക്ട്രിക് ഓട്ടോകളെ കുറിച്ച് സാധാരണ എന്തെല്ലാം തെറ്റിദ്ധാരണകളാണുള്ളത്. ഞാൻ പലപ്പോഴും ഇവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്തപ്പോൾ, ഈ ഡ്രൈവർമാർ, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഓട്ടോ ഡ്രൈവർമാരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു 60% 70% ആൾക്കാർക്കും കേട്ടിട്ടുണ്ട് ഇലക്ട്രിക് ഓട്ടോനെ പറ്റിയിട്ട്, പക്ഷെ ഒന്നും അറിയുന്നില്ല. പിന്നെയുള്ള ഒരു 20% ആൾക്ക് വളരെയധികം തെറ്റിദ്ധാരണകൾ ഇലക്ട്രിക് ഓട്ടോനെ പറ്റിയിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അവർക്ക് ഓടിച്ചിട്ടില്ല, അവരുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് കേട്ടറിവ് മാത്രമേ ഉള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ അവിടെ അത് എഴുതാൻ കാരണം. പലരുടെയും വിചാരം ഇലക്ട്രിക് ഓട്ടോ 50 തുടങ്ങിയിട്ട് 80 കിലോമീറ്റർ വരെ കിലോമീറ്റർ ഓടാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് ചാർജ് ചെയ്യണം, ചാർജിങ് പോയിന്റ് ഇല്ലാത്ത കാരണം അത് ബുദ്ധിമുട്ടല്ലേ, പിന്നെ എങ്ങനെ ഓടും. അപ്പോൾ ഒരു ദിവസം 150 കിലോമീറ്റർ ഓടാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഐക്കോണിന്റെ ഇലക്ട്രിക് ഓട്ടോ 150 കിലോമീറ്റർ ഒറ്റ ചാർജിൽ ഓടാൻ യാതൊരു വിഷമവുമില്ല. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഓട്ടോയിൽ 50 കിലോമീറ്ററിന് മുകളിൽ സ്പീഡ് കിട്ടുമോ? പലപ്പോഴും വളരെ സ്പീഡ് കുറഞ്ഞിട്ടാണ് പോകുന്നത് കണ്ടാണ്. അത് സ്പീഡ് കിട്ടാത്തത് അതിന് പവർ ഇല്ലാത്തതുകൊണ്ടാണോ സ്പീഡ് ഇല്ലാത്തതെന്നുള്ള പല ചോദ്യങ്ങളും ഉണ്ടായി. തീർച്ചയായിട്ടും ഐക്കോണിന്റെ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് 60 കിലോമീറ്റർ സ്പീഡ് വരെ പോകാം. അത് പവർ മോഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അത്രയും പവറുള്ള മോട്ടറാണ് ഇരിക്കുന്നത്. 60 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് കിട്ടും. ബാറ്ററിയുടെ ആയുസ് എത്ര കാലം ഉണ്ടാവും? ബാറ്ററി പെട്ടെന്ന് കഴിയുമോ? കാരണം നമുക്ക് 3 വർഷത്തിന് മേലെ തന്നെ ബാറ്ററിയുടെ വാറണ്ടി തന്നെ കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ ലൈഫ് ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഓടാൻ പറ്റും. ബാറ്ററിയുടെ നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന പോലെയാണ്. നമ്മൾ തുടക്കത്തിൽ വാങ്ങിക്കുമ്പോൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 20 മണിക്കൂർ ബാക്കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഓരോ കൊല്ലം കഴിയും തോറും അത് 10% വെച്ചിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ഓട്ടോയുടെ ബാറ്ററി. ഒരു ഉപയോഗിക്കുന്നത് അനുസരിച്ച് ഓരോ കൊല്ലത്തിലും അതിൻ്റെ ഒരു 10% കുറയും. എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ഓടുന്നിടത്ത് അത് 90 കിലോമീറ്റർ ആയും ഒരു കൊല്ലം കഴിയുമ്പോൾ, പിന്നത്തെ ഒരു കൊല്ലം കൊണ്ട് 50 കിലോമീറ്റർ ആയിരിക്കും. അങ്ങനെ കുറഞ്ഞ് മാത്രമേ വരികയുള്ളൂ. അല്ലാണ്ട് ബാറ്ററി പെട്ടെന്ന്
ആക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇത് സ്ക്രാപ്പ് ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കാം, തിരിച്ചു കൊടുത്താൽ അതിനൊരു വില കിട്ടും. സാധാരണ ബാറ്ററി കിട്ടണമെങ്കിലും വില ഇതിന് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. കാരണം ഇത് വേറൊരു ആപ്ലിക്കേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, ബാറ്ററി കഴിയുന്നില്ല. ഈ ഓട്ടോ ഡീസൽ എഞ്ചിൻ ഓട്ടോ പോലെ കയറ്റം കയറാൻ സാധിക്കുമോ? അത് പലരുടെ ഒരു ക്വസ്റ്റ്യനാണ്. കാരണം കാണുമ്പോൾ വളരെ ചെറിയൊരു വണ്ടിയാണ്, വളരെ ലൈറ്റ് വെയിറ്റർ ആണ്, പക്ഷെ അത് കയറ്റം കയറുമോ? തീർച്ചയായിട്ടും ഈ കയറ്റം കയറുന്നത് അതിന്റെ മോട്ടറിന്റെ പവർ അനുസരിച്ചാണ്. ഇലക്ട്രിക് ഓട്ടോയിൽ 2 കിലോ വാട്ട് തുടങ്ങിയിട്ട് 5 കിലോ വാട്ട് വരെ പല കമ്പനികളിലും ഉണ്ട്. അതിനിപ്പോൾ 2 കിലോ വാട്ട് വാങ്ങിച്ചതിന് കയറ്റം കയറാൻ തീർച്ചയായിട്ടും സാധിക്കാൻ വളരെ കുറവാണ്. ഹൈക്കോണിൽ ഉപയോഗിക്കുന്നത് 4 കിലോ വാട്ട് മോട്ടറാണ്. അതിന്റെ പീക്ക് പവർ 9 കിലോ വാട്ടിന് മേലെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കയറ്റവും അനായാസം കയറി പോകാൻ യാതൊരു വിഷമവുമില്ല. ഈ ഹൈക്കോണിന്റെ ഇനി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സ്പീഡ് ഫാസ്റ്റ് ആയിട്ട് വേണമെന്ന് എക്കോ മോഡും പവർ മോഡും ഉണ്ട്. ആ പവർ മോഡിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 60 കിലോമീറ്റർ ഫാസ്റ്റ് ആയിട്ട് പോകാം. അല്ല നമ്മളൊരു വല്ലാത്തൊരു കയറ്റത്തിന്റെ അവിടെ വെച്ചെത്തി അവിടെ വെച്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മോഡ് മാറ്റാൻ ഒരു സ്വിച്ചാണ്. മോഡ് മാറ്റാൻ പവർ മോഡും ഉണ്ട്, എക്കോ മോഡും ഉണ്ട്. ഇലക്ട്രിക് ഓട്ടോകളെ കുറിച്ച് സാധാരണ വേറെ തെറ്റിദ്ധാരണ ഉള്ളത് റീസെയിൽ വാല്യൂ കിട്ടുമോ ഇല്ലയോ, വിൽക്കുമ്പോൾ എന്തെങ്കിലും വില കിട്ടുമോ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40% അതിന്റെ ബാറ്ററിയുടെ കോസ്റ്റാണ്. ബാക്കിയുള്ള പാർട്സിന് ഒന്നും മെയിൻ്റനൻസ് ആവശ്യമില്ല. നമ്മൾ ഡീസൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ ഓടുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 60,000 കിലോമീറ്റർ ഓടുമ്പോഴേക്കും ഡീസൽ എഞ്ചിൻ പണിയാവും. ഇവിടെ മോട്ടറാണ്. നമുക്ക് മോട്ടറിന് യാതൊരു ലക്ഷക്കണക്കിന് കിലോമീറ്റർ ആ മോട്ടർ വർക്ക് ചെയ്യും, യാതൊരു കുഴപ്പമില്ല. നമ്മളെല്ലാം വീടുകളിൽ പലർക്കും മോട്ടർ സുപരിചിതമാണ്. അപ്പോൾ മോട്ടറിന് കൊല്ലങ്ങളോളം ലൈഫ് ഉള്ളതാണ്. അതിന് മെയിൻ്റനൻസ് വേറെ ഒന്നും വരുന്നില്ല. കൺട്രോളറിനും വേറെ ഇതില്ല. അതുകൊണ്ട് ബാറ്ററിയുടെ കാര്യം എടുത്ത് മാറ്റിവെച്ചാൽ നമുക്ക് റീസെയിൽ വാല്യൂ കിട്ടാൻ യാതൊരു വിഷമമില്ല. കാരണം ഒരു പുതിയ ബാറ്ററിയിലേക്ക് മാറ്റിവെച്ചാൽ തന്നെ അത് പുതിയ ഓട്ടോ പോലെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് റീസെയിൽ വാല്യൂ ഉണ്ടാവുന്നതാണ്. ഇപ്പൊ തുടക്കത്തിൽ പലർക്കും സംശയം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇത് ഹൈക്കോണിന്റെ ഒരു ഓട്ടോയുടെ പുതിയത് ലോഞ്ച് ചെയ്യാണ്. ഇതിപ്പോ ആദ്യത്തെ ലോഞ്ച് നാളെയാണ് നടക്കാൻ പോകുന്നത്. തൃശ്ശൂരാണ് ഫസ്റ്റ് ഡീലർഷിപ്പ് എടുത്തിട്ടുള്ളത്. ഹൈക്കോണിന്റെ ഹിറ്റോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റ് വളരെ കൂടുതലാണ്. ഈ വെയിറ്റിന്റെ റീസൺ നമ്മൾ ഈ വണ്ടി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അധികം ഓട്ടോ ഡ്രൈവേഴ്സും പ്രിഫർ ചെയ്തിട്ടുള്ളത് മെറ്റൽ ബോഡിയാണ്. അതെന്താന്നുള്ളത് ഞാൻ ചോദിച്ചു. കാരണം ഫൈബർ ആയാലും ലൈറ്റ് വെയിറ്റ് ആണ്, അപ്പൊ നമുക്ക് കൂടുതൽ കിലോമീറ്റർ ഓടാൻ പറ്റും. എന്തുകൊണ്ടാണ് നിങ്ങൾ മെറ്റൽ ബോഡിയിലേക്ക് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ട് അത് ടിങ്കർ ചെയ്യാൻ പറ്റും, അത് വളരെ ചെലവ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഫൈബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ട് അങ്ങനെ തന്നെ മാറ്റണം. പക്ഷെ അത് ആ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് മാത്രമാണ് നമ്മളത് മെറ്റൽ ബോഡിയിലേക്ക് പോകാൻ കാരണം. ഇതിന്റെ വെയിറ്റ് 474 കിലോ ആണ്. ഈ നമ്മുടെ വണ്ടിക്കുള്ള സാധാരണ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് അതിന് വളരെ ചെറുതാണ്, 325 കിലോമീറ്റർ കിലോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ഈ ചാട്ടം കൂടുതലാണോ ഒരു കംപ്ലൈന്റ് ഉണ്ട് ഫൈബർ ബോഡി ഉള്ള വണ്ടിക്ക്. ഇതിൽ അത് ഉണ്ടാവുന്നതല്ല. ഇതാണ് ഇതിന്റെ മോട്ടർ വരുന്നത്. സാധാരണ മോട്ടോർ പോലെയാണത്. AC മോട്ടോർ ആണ്. ഇത് 3 ഫേസ് AC മോട്ടറാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ഡ്രൈവിംഗ് റേഞ്ച് നമുക്ക് പറയാം. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് പിക്കപ്പ് ഉള്ള ഒരു മോഡലാണ്. പവർ മോഡലെടുത്ത് നമ്മൾ ഓടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പിക്കപ്പ് ആണ്. ടോപ്പ് സ്പീഡ് 60 കിലോമീറ്റർ ഓൾറെഡി പറഞ്ഞിട്ടാണ്. ഡ്രൈവിംഗ് റേഞ്ച് 200 കിലോമീറ്ററോളം കിട്ടുന്നുള്ളതാണ്. ഇതൊരു പ്രത്യേക ഫംഗ്ഷനുള്ളതാണ്. ഹിൽ അസിസ്റ്റ് കൺട്രോൾ എന്ന് പറയും. നമ്മളൊരു കയറ്റത്ത് വണ്ടി നിർത്തി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ക്ലച്ചും ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇലക്ട്രിക് ഓട്ടോയ്ക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ബ്രേക്ക് കയറ്റത്ത് പോയി ബ്രേക്കുമെന്ന് കാലെടുത്താൽ തന്നെ അത് ബാക്കോട്ട് പോവില്ല. നമ്മൾ അത് ബ്രേക്ക് പോലെ അത് അവിടെ ആക്ട് ചെയ്ത് അവിടെ വണ്ടി നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് വനിതകൾക്ക് ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാന്ന് പറയുന്നതിന്റെ ഒരു റീസൺ. അപ്പോൾ ഇതിന്റെ ഗ്രേഡബിലിറ്റി, നമ്മൾ എത്ര വല്ല കയറ്റം കയറും, നമുക്ക് 18% ഉള്ള കയറ്റം പോലും ഇത് അനായാസം കയറി പോകുന്നതാണ്. ഇതിന്റെ ബാറ്ററി ഹൈക്കോൺ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ലിഥിയം അയൺ ബാറ്ററി ആണത്. ഇതിന് കിലോ വാട്ട് എന്ന് പറയുന്നത് 9.2 കിലോ വാട്ടാണ്. ഇതൊരു ബാറ്ററിയാണ്. ഇതേപോലത്തെ 2 ബാറ്ററിയാണ് ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ ഉള്ളത്. ഇത് എമർജൻസി കേസിൽ ഒരു ബാറ്ററിക്ക് എന്തെങ്കിലും പറ്റിയ തന്നെ മറ്റേ ബാറ്ററി അത്
ഓടിക്കോളൂ. അത് മാറ്റി നമുക്ക് റിപ്പയർ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ തന്നെ അത് കണക്കാക്കിയിട്ടാണ് 2 ബാറ്ററി മോഡൽ ഇനീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യാൻ കാരണം. ഇത് ചാർജിങ് ടൈം നോർമൽ വണ്ടിയിലുള്ള ചാർജർ വെച്ച് ഉപയോഗിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണിക്കൂറോളം ചാർജിങ് ടൈം എടുക്കും. അതല്ലേ നമ്മൾ ഫാസ്റ്റ് ചാർജറാണ് ഉപയോഗിക്കുന്നെങ്കിൽ അത് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ചാർജ് ചെയ്ത് സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഓൺ ബോർഡ്, ഞാൻ നേരത്തെ AC ചാർജറിനെ പറ്റി, ഇതാണ് AC ചാർജർ. ഇത് വണ്ടിയുടെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വാട്ടർ പ്രൂഫാണ്. പലർക്കും ഇത് വാട്ടർ പ്രൂഫ് ചാർജർ അല്ല. നമ്മൾ കയ്യിൽ പിടിച്ച് നമ്മൾ പുറത്ത് പോയി പ്ലഗിൽ കുത്തി കൊണ്ടുവരണം. ഇത് ഐക്കോണിന്റെ ചാർജർ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ടാണ് അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇത് നമ്മൾ വയർ മാത്രം എടുത്തിട്ട് നമുക്ക് പ്ലഗിൽ കൊടുക്കാൻ. ഈ വയർ ഓൾമോസ്റ്റ് ഒരു 5 മീറ്റർ ലെങ്ത് കിട്ടും. ഇത് വണ്ടിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ സാധാരണ AC 16 വാട്ട്സ് ഉള്ള 16 ആംപിയർ ഉള്ള ഒരു സോക്കറ്റിലേക്ക് കുത്താനും അവിടെ നിന്ന് 5 മീറ്ററിനുള്ളിലുള്ള ഏരിയയിൽ വണ്ടി നിർത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർജർ പോയിന്റ് അതിലേക്ക് കുത്തിയാൽ മതി. ഈ ബ്രേക്കിങ്ങും നമ്മുടെ ഷോക്ക് അബ്സോർബർ എല്ലാം സാധാരണ കൺവെൻഷണൽ ഓട്ടോയിലുള്ള സെയിം തന്നെയാണ്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. സൈഡ് ഡോർസ് ഇപ്പോഴുള്ള വണ്ടികളിൽ ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് ആണ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സൈഡ് ഡോർ ഉണ്ടാവണം. അത് ഇതിനും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലോങ്ങർ വീൽ ബേസ് ആണ്, അതുകൊണ്ട് ഇന്റീരിയറിൽ കുറേ സ്പേഷ്യസ് ആണ്. ഇതിന്റെ സൈഡിലാണ് നമ്മളൊരു ഡീസൽ തുറക്കുന്ന പോലെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു കപ്പാണ്. അത് തുറന്നിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ ബാറ്ററിക്ക് മാത്രമല്ല വാറണ്ടി നമ്മളത് ഫുള്ള് വണ്ടിക്കാണ് കൊടുക്കുന്നത്. വാറണ്ടി 40 മാസം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ. അത് ഏതാണ് ആവുന്നത് അതാണ് വാറണ്ടി കവറേജ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക് ഓട്ടോയുടെ ലോഞ്ച് നാളെയാണ് നടക്കുന്നത്. ഇത് കല്യാൺ മോട്ടോഴ്സ്, മിസ്റ്റർ രാജു അതിൻ്റെ സാരഥിയാണ്. അദ്ദേഹമാണ് ഇലക്ട്രിക് ഓട്ടോയുടെ തൃശ്ശൂരും പാലക്കാടും ഡീലർഷിപ്പ് എടുത്തിട്ടുള്ളത്. നാളെ അതിൻ്റെ ഓപ്പണിംഗ് ആണ്. ഈ ഷോ മണ്ണുത്തി റോട്ടിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഷോറൂം ഇനാഗുറേഷൻ വേളയിൽ എല്ലാവർക്കും സ്വാഗതം. ഈ ഇലക്ട്രിക് ഓട്ടോയുടെ ഹൈക്കോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ള ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ പാൻ ഇന്ത്യ എടുത്തിട്ടുള്ളത് മാക്സ് വാല്യൂ ആണ്. മാക്സ് വാല്യൂ അതിന് ഫിനാൻസും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ. സോ ഇത് ഇത്രയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു വണ്ടിയുടെ ഒരു വീഡിയോ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയാം. അത് കഴിഞ്ഞ് ബാക്കി സമയമുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡിസ്കഷൻ തീർച്ചയായിട്ടും ഐ വെൽക്കം യു ഓൾ. ഒരു വീഡിയോ കാണിക്കുന്നതാണ്. Introducing the most advanced electric three-wheeler, Hicon Hitto, Kerala's second e-auto rickshaw and first from the private sector. Powered by 10 kilowatt-hour Hicon lithium-ion battery, the highest capacity battery available in the market. Driving range of more than 200 kilometers on full charge. Best-in-class powerful motors with peak power of 9.5 kilowatts. Low maintenance, less than 10 paise per kilometer. Running cost of 50 paise per kilometer, including fuel cost and maintenance. Vibration-less and noise-free drive. Comfortable seating. Pollution-less and maintenance-free batteries. Hill Start Assist Control gives you great control when a vehicle is on an incline. Dual braking system. The only e-auto in the market to have an onboard AC charger. Digital speedometer. Spacious interiors. Regenerative braking systems. Bright LED lights at the rear. Long battery life of over 10 years. Fast charging capability. Change your choice of fuel. Go electric with Hicon Hitto.
Icon, powering the nation. താങ്ക് യു സർ. പാർട്ടിസിപ്പൻസ് പ്ലീസ് നോട്ട്, നിങ്ങൾ ഇപ്പം കാണുന്ന മൊബൈൽ സ്ക്രീനിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഐക്കൺ കാണാം. ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഓപ്പൺ ആവുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് MIC എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ക്രിസ്റ്റോ സാറുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. കാരണം ഇപ്പം ബൈ ഡീഫോൾട്ട് എല്ലാവരുടെയും മൈക്ക് ഞങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൈക്ക് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് തരാവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് ഡൗട്ട്സ് മാത്രം ക്ലിയർ ചെയ്താൽ മതി. പ്ലീസ് പോസ്റ്റ് യുവർ ഡൗട്ട് അറ്റ് ദ ചാറ്റ് ബോക്സ് ഇറ്റ്സെൽഫ്. എല്ലാവർക്കും 1 മിനിറ്റ് സമയം തരുന്നു. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേരുകൾ വായിക്കുന്നു. റിജു ആന്റണി, ഷിബി ചാക്കോ, ഖലീഫ എന്ന് പറഞ്ഞ ഇത്തരം പേര് ചോദിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സാജു എന്ന് പറഞ്ഞ ആള് ചോദിച്ചിട്ടുണ്ട്. മധു എന്ന് പറഞ്ഞ ആള് ചോദിച്ചിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും? സന്ദീപ് സച്ചു എന്ന് പറഞ്ഞ ആള് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 1 മിനിറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ Q&Aയിലേക്ക് കടക്കുന്നതായിരിക്കും. സർ, നമുക്കൊരു 1 മിനിറ്റ് സമയം എല്ലാവർക്കും കൊടുക്കാം. ഓക്കെ. സർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാലോ? കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ ടെൽ ദി ക്വസ്റ്റ്യൻ ഒന്ന് പറയാം, ഞാൻ ആൻസർ ചെയ്യാം. ഓക്കെ സർ. സർ, റിജോ എന്ന് പറഞ്ഞ ആളാണ് സാറോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിജോ കേൾക്കുന്നുണ്ടോ? റിജോ ആന്റണി കേൾക്കുന്നുണ്ട്. അതായത് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഓട്ടോ പെർമിറ്റ് നമുക്ക് ഇല്ലാന്ന് പറഞ്ഞല്ല. ഇപ്പൊ നമ്മുടെ ഈ സ്റ്റാൻഡിൽ കയറുമ്പോൾ നമുക്ക് ഓട്ടോന്റെ പെർമിറ്റ് ഇല്ലാന്ന് പറഞ്ഞൊരു പ്രശ്നം വരും. അപ്പൊ അതെന്താണ് അതിനോട് പോകാൻ വഴി? എല്ലാ സ്റ്റാൻഡിൽ കയറാൻ പറ്റൂലല്ലോ നമുക്ക്. ഈ പെർമിറ്റ് ഇല്ലെന്നല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാൻഡിൽ കയറുമ്പോ യൂണിയൻകാര് നമുക്ക് പെർമിറ്റ് ഇല്ലാത്ത വണ്ടി സ്റ്റാൻഡിൽ കയറ്റാൻ സമ്മതിക്കില്ല. അപ്പൊ അതിനെന്താണ് ഒരു ഓപ്ഷൻ? റിജു പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഉള്ള ഓട്ടോ ഡ്രൈവർമാർ അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഫാക്റ്റ് ആണ്. പക്ഷെ അത് ഗവൺമെന്റ് തലത്തിൽ തന്നെ അവർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. കേരള ഓട്ടോമോട്ടീവ് ലിമിറ്റഡ്, കേരള ഗവൺമെന്റിന്റെ കമ്പനി തന്നെയാണ് ഇലക്ട്രിക് ഓട്ടോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കും ഈ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനൊരു സൊല്യൂഷൻ എത്രയും വേഗം കാണുന്നതാണ് എല്ലാ തലത്തിലും. അതുപോലെ തന്നെ ഓൺലൈൻ ടാക്സി നമുക്ക് ഇതില് അവൈലബിൾ ആകാനുള്ള ഇതുണ്ട്. അതായത് ഊബർ, ഇപ്പൊ കുറച്ച് ഓൺലൈൻ ടാക്സികൾ ഉണ്ടല്ലോ. ഊബറിൽ ഓൺലൈൻ ടാക്സി ഉണ്ട്. അതുപോലെ അങ്ങനെ ഓരോന്ന്. അപ്പൊ അതിൽ നമുക്ക് കയറാനുള്ള ഓപ്ഷൻ നിങ്ങൾ ചെയ്യാൻ പറ്റൂലേ? പെർമിറ്റ് ഇല്ലെങ്കിൽ അതിൽ കയറാൻ പറ്റൂല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ചെയ്യാവുന്നതാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു സ്വന്തം ഊബറായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ അതിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ നമ്പറും നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുക. എവിടെ വേണമെങ്കിലും ഓടാമല്ലോ. അത് ഈ വണ്ടിക്ക് പെർമിറ്റ് ആവശ്യമില്ലാത്തതുകൊണ്ട് കേരളത്തിൽ ഉടനീളം എവിടെ വേണമെങ്കിലും ഓടാം. അപ്പൊ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ടെക്നിക്കലായിട്ട് പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചതല്ല. ഓൺലൈൻ ടാക്സിയിൽ ഓടണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഓപ്ഷൻ ഉണ്ട്. ഓഫീസ് ഒന്നുമില്ല. അപ്പൊ നമ്മള് ആ ഓപ്ഷനിൽ വണ്ടിയുടെ പെർമിറ്റ് മറ്റുള്ള കാര്യങ്ങൾ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ ഓപ്പൺ ആക്കി കിട്ടുള്ളൂ. ഓൺലൈനാണെങ്കിലും ഒല ആണെങ്കിലും ഊബർ ആണെങ്കിലും എന്താണെങ്കിലും. അപ്പൊ ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഓൺലൈൻ കമ്പനിക്കാരായിട്ട് എന്തെങ്കിലും ഇതുണ്ടാവുന്ന ഞാൻ ചോദിക്കുന്നത്, എഗ്രിമെന്റ് അങ്ങനെ എന്തെങ്കിലും? കാരണം ഓലയും പല സിറ്റികളിലും ഓലയും ഊബറും ഇലക്ട്രിക് ഓട്ടോയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് പെർമിറ്റ് ആവശ്യമില്ല. അവർക്കത് അറിയാം. ഇത് ഇലക്ട്രിക് വെഹിക്കിൾ എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് പെർമിറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു. സർ, അടുത്തത് ഷിബി ചാക്കോ എന്ന് പറഞ്ഞ ആളാണ്. ഷിബി കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. സാർ, ആദ്യമേ കൺഗ്രാറ്റ്സ്. സാറിന്റെ പ്രസന്റേഷൻ ഒക്കെ വളരെ നന്നായിട്ടിരുന്നു. ഞാൻ ഈ ഹീറ്റോ അതൊരു ആദ്യം തന്നെ എന്റെ ഫേസ്ബുക്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. നല്ല രീതിയിൽ അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുമുണ്ട്. ആദ്യം പറയട്ടെ, ഞാൻ ഈ മേഖലയിൽ തന്നെ ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. ഈ 3 വീലർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണ് ഞാൻ. ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ സാറ് പറഞ്ഞ മെയിൻ്റെനൻസ് കോസ്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ടയർ നമുക്ക് എത്ര ലൈഫ് കിട്ടും എന്ന് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി കഴിയുമ്പോഴാണ് നമുക്ക് ടയർ അതിനകത്ത് റീപ്ലേസ് ചെയ്യേണ്ട വരുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഡീസൽ ഓട്ടോയ്ക്ക് ഇത് എനിക്കൊരു പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ അത്രയും കിലോമീറ്റർ, ഒരു 8000 കിലോമീറ്റർ അല്ലെങ്കിൽ 10000 കിലോമീറ്റർ ആണ് ഇപ്പോൾ സാധാരണ ഓടണമെങ്കിൽ
അതിനേലും കൂടുതൽ കിലോമീറ്റർ, ഒരു 10-20% ഇലക്ട്രിക് വെഹിക്കിളിന് കിട്ടും എന്നുള്ളതാണ്. കാരണം അതിന്റെ വൈബ്രേഷനോ ഒന്നും ഇല്ലാത്ത കാരണം അതിനേലും കൂടുതൽ സാധാരണ ഓട്ടോ ഡീസലിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10% കൂടുതൽ കിട്ടുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയും കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ്. സാധാരണ കിലോമീറ്റർ എത്ര കിട്ടുന്നുണ്ട് ഇപ്പൊ? നമുക്കൊരു നോർമലി ഡീസൽ ഓട്ടോറിക്ഷയ്ക്ക് ആണെങ്കിൽ ഒരു 25 മുതൽ 30 വരെ ഫസ്റ്റ് നമുക്കിപ്പോൾ കട്ട് ചെയ്യുന്നതാണെങ്കിൽ കട്ട് കിട്ടും. അതല്ലെങ്കിൽ ഒരു 30 കിലോമീറ്റർ വെച്ചാൽ റീപ്ലേസ് ചെയ്ത് വെച്ചാൽ മതിയാവും. ആ കിലോമീറ്റർ തന്നെ ഇതിലും കിട്ടും. കാരണം വെച്ചാൽ നമുക്ക് ഓക്കെ, അതുപോലെ അത്രയും കിലോമീറ്റർ ഓടാത്തതുകൊണ്ട് ഞാൻ അതിന് അധികാരമായിട്ട് പറയാൻ പറ്റാത്തത്. ഓക്കെ, അല്ല നമ്മുടെ ടയർ സൈസും കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ അവൈലബിൾ ആണോ, അത് നമ്മുടെ ഹീറ്റോയ്ക്ക് മാത്രമായിട്ട് സ്പെസിഫിക് അല്ല, ആയിട്ടുള്ള നമ്മള് ടയർ സൈസ് ആയിട്ട്? സൈസ് ഇത്തിരി കൂടുതലാണ്. MRF റെഗുലർ ആയിട്ടുള്ള ഒരു മോഡലാണ്. MRF ടയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, മറ്റ് 3 വീലറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആയിരിക്കും അത് നമ്മുടെ ഷോറൂമിൽ നിന്ന് മാത്രമായിരിക്കും അത് കിട്ടാൻ? അല്ല, അത് മാർക്കറ്റിൽ MRF ടയർ മാർക്കറ്റ് കിട്ടുന്ന പോലെ സാധാരണ ചെറിയ ടയറല്ല, കുറച്ച് വലുപ്പം കൂടിയതാണ്. ലോഡിംഗ് വെഹിക്കിളിന് ഉപയോഗിക്കുന്ന ഒരു ടയറാണ്. നമ്മൾ കുറച്ച് വലിയ ടയറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അത് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഐക്കോണിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതല്ല. ഓക്കെ സാർ, താങ്ക് യു. അതുപോലെ തന്നെ സാർ, മറ്റേ ഹിൽ അസിസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞു. നമ്മളിപ്പോ ഒരു സ്പീഡിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ സ്പീഡ് പവർ മോഡിലായിരിക്കുമോ, അല്ലെങ്കിൽ ഒരു കയറ്റം കയറുമ്പോൾ എക്കോ മോഡിലായിരിക്കുമോ അത് മെച്ചമായിട്ട് കയറി പോകാൻ? സാധാരണ കയറ്റങ്ങളെല്ലാം എക്കോ മോഡിൽ പോയാൽ മതി. എക്കോ മോഡിൽ നമ്മളൊരു 25 കിലോമീറ്റർ സ്പീഡിലേക്ക് പോയി തന്നെ പൊതുവെ കയറ്റങ്ങളെല്ലാം കയറും. ആ 25 കിലോമീറ്റർ സ്പീഡല്ല, എനിക്ക് കയറ്റം കയറുമ്പോഴും 30-40 കിലോമീറ്റർ സ്പീഡിൽ പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ പവർ മോഡിൽ ഇടണ്ടോ. പവർ മോഡിൽ ഇടുമ്പോൾ സാധാരണ എക്കോ മോഡിൽ നമ്മൾ ഒരു 30 ആംപിയർ ബാറ്ററിന്ന് എടുക്കുമ്പോൾ പവർ മോഡിൽ ഇടുമ്പോൾ അത് 80 ആംപിയർ ആയി മാറും. അത്രയും പവർ കിട്ടുകയില്ലേ. അപ്പൊ ആവശ്യമുള്ളപ്പോൾ മാത്രം ഒരു മിനിറ്റ് നേരം പവർ മോഡിലേക്ക് ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാസ്റ്റായിട്ട് കയറി പോവാം. അതല്ലാണ്ട് ഫുൾ ടൈം പവർ മോഡിൽ ഇടുമ്പോൾ അത്രയും കറണ്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അതുകൊണ്ടാണ് കിലോമീറ്റർ കുറയുമെന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ സാറിന് ഒരു ക്വസ്റ്റ്യൻ ഇതുണ്ടായിരുന്നു, റീസെയിൽ വാല്യൂവിനെ സംബന്ധിച്ച്. നമുക്കത് റീസെയിൽ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബാറ്ററിയുടെ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എന്നാ പറഞ്ഞത്. അപ്പോൾ അത് ഒരു ഓവർ ദ പീരീഡില് ബാറ്ററിയുടെ പവർ കുറയുമ്പോൾ റീസെയിൽ വാല്യൂ കുറയാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഞാനത് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചാണെങ്കിൽ 40 മാസം 2500 സൈക്കിളോളമാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം 10 വർഷത്തേന് അത് സെല്ല് കംപ്ലൈന്റ് ആവത്തില്ല, ചെറിയ സെല്ലുകളൊക്കെ മാറ്റാം. ചെറിയ സെല്ലുകളായിട്ടാണ് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ അറിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള 3 വീലറിനൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രിക് 3 വീലറിന് വലിയ സെല്ലുകളാണ് ബാറ്ററിയിൽ വരുന്നത്. നമ്മുടെ ഹീറ്റോയ്ക്ക് മാത്രം അത് ചെറിയ ചെറിയ സെല്ലുകളാണ്. ഒരു സെല്ലിന് ഏതാണ്ട് കുറച്ച് പൈസ ഉള്ളൂ എന്നൊക്കെയാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അതിന്റെ സെയിൽസിന്റെ കൺസൾട്ടന്റുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞത് ശരിയാണ്. നമ്മളില് 32650 എന്ന് പറഞ്ഞ ഒരു സെല്ലാണ് ഉപയോഗിക്കുന്നത്. സെല്ല് ചെറുതോ വലുതെന്നുള്ളതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം സെല്ല് ചെറുതാവുമ്പോൾ അത് ചൂട് അതിൻ്റെ ഇടയിലുള്ള എയർ ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ സെല്ല് ചെറുതാക്കാനുള്ള കാരണം വലിയൊരു സെല്ല് സിംഗിൾ വീഴുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചൂട് കൂടുതലാണ്. ഇതിനാകുമ്പോൾ ഈ നമ്മളൊരു വണ്ടിയുടെ ഒരു ബാറ്ററിയുടെ ഉള്ളിൽ തന്നെ 300ഓളം സെല്ലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എയർ ഗ്യാപ്പ് നന്നായിട്ടുണ്ട്. അതിന്റെ ഹീറ്റ് ഡിസിപ്പേഷൻ ഈസി ആയിട്ട് പുറത്തേക്ക് പോകും. ആ 300 ഒരു കട്ട പോലെ 10 സെല്ല് അല്ലെങ്കിൽ 12 സെല്ലാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹീറ്റ് ഡിസിപ്പേഷൻ കുറെ കൂടിയും ടഫറാണ് പുറത്തേക്ക് പോകാനായിട്ടുള്ളത്. സാധാരണ കാലം അതൊന്നും എഫക്റ്റ് ചെയ്യില്ല. പക്ഷെ ഒരു 50 ഡിഗ്രി ടെമ്പറേച്ചർ വരുന്ന പോയിന്റിലാകുമ്പോൾ ഇതിനെല്ലാം കുറച്ചുണ്ടാവും. നമ്മൾ കേരളത്തിലൊന്നും അത് അത്ര വലിയ സീരിയസ് അല്ല. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ സെല്ലായതുകൊണ്ട് പല 12 പാരലിങ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു പാരലിൽ സെല്ല് തന്നെ വീക്കായ നമ്മൾ കിലോമീറ്റർ കുറയണത് 10 കിലോമീറ്റർ കുറയുള്ളൂ. 2 പാരലിങ് കുറഞ്ഞാലും അത് 20 കിലോമീറ്റർ കുറയുള്ളൂ. ആ നേരത്ത് സിംഗിൾ സീരീസ് ഉള്ള വലിയ സെല്ല് ഉപയോഗിക്കുമ്പോൾ ഒരു സെല്ലിന് കംപ്ലൈന്റ് ആയാൽ ആ വണ്ടി നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ അങ്ങനെ ചെയ്തത്. നമ്മൾ ടെസ്ല പോലെ വേൾഡ് റെനോൺഡ് കാറിൽ ഇതിനേലും ചെറിയ സെല്ലാണ്. അതിൽ 1000കണക്കിന് സെല്ലാണ് അവർ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിനകത്തൊരു സെയിൽസ് എന്നുള്ള രീതിയിൽ കൺസൾട്ട് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് സാർ അതിനകത്ത് ഫീൽ ചെയ്ത ഒരു കാര്യം കൂടെ ഞാൻ ഡിസ്ക്ലോസ് ചെയ്തോട്ടെ ഇതിനകത്ത്. പ്ലീസ്. സാറ് പറഞ്ഞു നമുക്കൊരു 2 വർഷം അല്ലെങ്കിൽ 5 വർഷമോടെ കഴിയുമ്പോൾ ഇതിന്റെ ഒരു ബാറ്ററിയുടെ ഒക്കെ വില നല്ല രീതിയിൽ ഒരു ഓൾമോസ്റ്റ് 50%ഓളം താഴോട്ട് പോരും എന്ന് പറയുന്നു.
അങ്ങനെ അത് പറയുമ്പോൾ അതൊരു ഇപ്പൊ എടുക്കുന്ന ഒരാൾക്ക് 2-3 വർഷം കഴിയുമ്പോൾ റീസെയിൽ വെച്ച് കഴിയുമ്പോൾ അതൊരു സെല്ലിംഗ് പോയിന്റിൽ നെഗറ്റീവ് ഫീൽ ചെയ്യത്തില്ല. 2 വർഷം കഴിയുമ്പോൾ ഇത് ബാറ്ററി കുറയും 2 വർഷം കഴിയുമ്പോൾ ഞാൻ 50% എന്ന് പറഞ്ഞില്ലേ, 2 വർഷം കഴിയുമ്പോൾ 5 തുടങ്ങിയിട്ട് 10% ആണ് ഒരു വർഷം കുറയണം. അങ്ങനെ 2 വർഷം കഴിഞ്ഞാൽ 20% കുറയുള്ളൂ. പക്ഷെ നിങ്ങൾ ഇന്ന് ആണ് വണ്ടി എടുക്കണമെങ്കിൽ 2 വർഷം കൊണ്ട് കിട്ടുന്ന ലാഭത്തിനെ പറ്റി നിങ്ങൾ ആലോചിക്കുക. 2 ലക്ഷത്തോളം രൂപ ലാഭം കിട്ടും. അതിൽ നിന്ന് 20,000 രൂപ 40,000 രൂപ പോയാലും ഏതാണ് ലാഭം? ഡീസൽ വണ്ടി 2 വർഷം ഓടിച്ച് കിട്ടണേലും എക്സസ് നിങ്ങൾക്ക് 2.5 ലക്ഷം കിട്ടും. ഓക്കെ, സെൻട്രൽ മിനിസ്ട്രി ആ രീതിയിലുള്ള ചർച്ചകളും നല്ല രീതിയിൽ ബാറ്ററിക്ക് വേണ്ടിയിട്ട് പുതിയ ഓപ്ഷൻസ് ഒക്കെ നോക്കുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ സാർ, അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്ത് ഏതെങ്കിലും ഡീലർഷിപ്പുകൾ ആയിട്ടുണ്ടോ? അതിനെ കുറിച്ച് ഇവിടെ ഇതിനകത്ത് നമുക്ക് ചർച്ചയിൽ പറയാൻ പറ്റുന്നതാണ്. എറണാകുളത്ത് നമ്മൾ ഐക്കോൺ തന്നെ ഷോറൂം ഇടാൻ വേണ്ടിയിട്ട് കളമശ്ശേരി നമ്മൾ ഫുൾ ഫർണിഷ്ഡ് കഴിഞ്ഞു. പക്ഷേ ഡീലർഷിപ്പ് ഒരാൾ എഗ്രിമെന്റ് ആയതുകൊണ്ട് നമ്മൾ ഡീലർഷിപ്പ് ഇമ്മീഡിയറ്റ് തന്നെ അവിടെ എറണാകുളത്ത് തുടങ്ങും. പാലക്കാടും ഇമ്മീഡിയറ്റ് തുടങ്ങും. 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഇത് പുതിയൊരു വണ്ടി ആയതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് നമുക്കും ഫീൽഡിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അത് ഇമ്മീഡിയറ്റ് നമ്മൾ ഫാക്ടറിയുടെ അടുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ. നമ്മൾ കണക്ക് ഒരു ദിവസം പോലും സർവീസിന് വൈകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെർഫെക്റ്റ് ആണെന്നുള്ള മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു വർഷമായിട്ട് ഓടിക്കുന്നുണ്ട്. മാസ് പ്രൊഡക്ഷനിൽ വരുമ്പോൾ എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വൈഡായിട്ട് പോകുന്നില്ല ആദ്യത്തെ 3 മാസം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. സാർ അടുത്തത് ഖലീഫ എന്ന് പറഞ്ഞാണ്. കണക്ട് ചെയ്യാം. ഖലീഫ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. സാർ, ഞാൻ ഇത് നമുക്കൊരു ഡൗട്ടായിട്ട് തോന്നുന്നത്, നമുക്ക് ഈ ബാറ്ററിയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ നമുക്കത് ബാറ്ററി ഊരി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണോ? നമ്മളത് സജസ്റ്റ് ചെയ്യുന്നില്ല. ബാറ്ററി ഊരി ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഐക്കോണിന്റെ വണ്ടിയിൽ 2 ബാറ്ററി ഉള്ള കാരണം ഒരു ബാറ്ററി ഊരി ചാർജ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യാവുന്ന മറ്റേ ബാറ്ററി പകുതി ചാർജും അതിലത്തെ ഒരു ബാറ്ററി ഊരി ഫുൾ ചാർജും ചെയ്ത് വണ്ടിയിൽ വെക്കുമ്പോൾ ആ 2 ബാറ്ററിയും ഡിഫറെന്റ് ചാർജ് കണ്ടീഷൻ ആയിരിക്കും. അത് രണ്ടും ഈക്വൽ ആവാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈ കറണ്ടിൽ പാസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഒരു ബാറ്ററി ഊരി വെച്ചിട്ട് ഓടിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ മറ്റേ 2 ഡിഫറെന്റ് ചാർജിൽ വെച്ച് ഓടിക്കുന്നത് സേഫർ അല്ല. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടിയിൽ ബാറ്ററി ഊരി എടുത്ത് ചാർജ് ചെയ്യാൻ ഇപ്പൊ പറയുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇതിന് മേലെ ഓട്ടം വരുന്നുണ്ടെങ്കിൽ കണ്ടീഷൻ മാത്രം ബാറ്ററി ഊരേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മളിപ്പോ സജസ്റ്റ് ചെയ്യുന്നില്ല. ഫ്യൂച്ചറിൽ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഒരു ബാറ്ററി ഊരി ഒരു ബാറ്ററിയുമേ വണ്ടി ഓടിക്കാൻ പറ്റും. അതിന് കുഴപ്പമില്ല. അല്ല, ഞാനൊരു സജഷനായിട്ട് ഞാൻ ഒന്ന് പറയുന്നതാണ്. നമ്മളിപ്പോ വീടിനടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഓട്ടോ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബാറ്ററിയിൽ ഓടിയിട്ട് മറ്റത് നമുക്ക് ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് നമുക്ക് പോയി ഓട്ടം കഴിഞ്ഞിട്ട് വന്നിട്ട് അടുത്ത ബാറ്ററി ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു സജഷനായിട്ട് ചോദിച്ചത്. ഓക്കെ, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അതിന് പ്രോബ്ലം ഇല്ല. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, പിന്നെ സാറേ ഒരു വേറൊരു ഡൗട്ടായിട്ട് തോന്നിയത്, നമുക്ക് ഈ ലോങ് ഡ്രൈവിന് നമ്മളിപ്പോ ഒരു ലോങ് ഡ്രൈവ് ആയിട്ട് പോകും, ഒരു 100 കിലോമീറ്ററിന്റെ ഓൺ സൈഡ് ലോങ് ഡ്രൈവ് പോയി വരുമ്പോഴത്തേക്കും അപ്പൊ നമുക്കത് എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ, അതായത് ബാറ്ററിയുടെ ചാർജ് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ എന്താണ് ഒരു പരിഹാര മാർഗം എന്നുള്ളത്? ലോങ് ഡ്രൈവ് 100 കിലോമീറ്റർ പോകുമ്പോൾ സാധാരണ നിലയ്ക്ക് അതിൽ ചാർജ് തീരേണ്ട ആവശ്യമില്ല. എങ്ങനെയും നിങ്ങൾക്ക് ചാർജ് തീർന്നാൽ അവിടെ ഏതെങ്കിലും അടുത്തുള്ള വീട്ടിലൊരു വണ്ടിയിലത്തെ ചാർജറിങ് പോയിന്റിൽ നിന്ന് നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂർ ചാർജ് ചെയ്താൽ നമുക്ക് ഓടാം. ഇനി വണ്ടിക്ക് എന്തെങ്കിലും ബാറ്ററിക്ക് എന്തെങ്കിലും പറ്റാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൊബൈൽ അസിസ്റ്റൻസ് ഉണ്ട്. അതിൽ നമുക്ക് ബാറ്ററി വണ്ടിയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ വിളിച്ച് പറയാന്നുണ്ടെങ്കിൽ നിങ്ങളെ പോയിന്റിലേക്ക് ആ വണ്ടി എത്തി ആ ബാറ്ററി തൽക്കാലത്തേക്ക് മാറ്റി വേറെ ബാറ്ററി വെച്ച് തരും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് ബാറ്ററിക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പോയിന്റിൽ ചാർജ് ചെയ്യാം. അപ്പൊ എന്തായാലും ഒരു സർവീസ് സപ്പോർട്ട് മൊബൈൽ നമുക്ക് 2 വണ്ടി ഉണ്ട്. എവിടെയെങ്കിലും വഴിയിൽ വെച്ച് എപ്പോഴെങ്കിലും നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസിസ്റ്റൻസ് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ സാർ. നിലവിൽ ഈ 4 വീലേഴ്സ് ഇലക്ട്രിക് വെഹിക്കിൾസിൽ നിലവിൽ ഈ മൊബൈൽ ആപ്പ് കണക്ക് അടുത്ത ചാർജിങ് നിയർ സ്റ്റേഷൻസ്, അതിനൊക്കെ KSEBയുടെ അതുപോലുള്ള പോയിന്റ്സ്, അപ്പൊ അതുപോലുള്ള മൊബൈൽ ആപ്പുകളോ കാര്യങ്ങളോ അങ്ങനെ പ്രതീക്ഷിക്കാവോ? ഈ KSEBയുടെ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് DC ചാർജിങ് ചെയ്യാനുള്ള വലിയ വണ്ടികൾക്ക് ചെയ്യാനുള്ള സ്റ്റേഷൻസ് ആണ്. അവിടെ AC ചാർജറിൽ പോയി നമുക്ക് കുത്താം.
അത് എൻ്റെ ചാർജിങ് സ്റ്റേഷൻസ് നെറ്റ്വർക്ക് എൻ്റെ ഡിഫറെന്റ്, അതിന് സെപ്പറേറ്റ് വെബ്സൈറ്റുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്കോ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത് അത് മാനുഫാക്ചർ ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല, അത് ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിലിറ്റി ഉള്ളതാണ്. നമ്മൾ ഹൈക്കോൺ ഫ്യൂച്ചറിൽ ഇങ്ങനെ ചാർജിങ് റിക്വയർമെന്റ്സ് കൂടുതൽ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈക്കോണിന്റെ പോയിന്റുകൾ നമ്മളൊരു മൊബൈൽ ആപ്പ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ അത് ആ സർവീസ് ഇപ്പൊ നമ്മുടെ കയ്യിലില്ല. ഓക്കെ സാർ, നിലവിൽ നമുക്ക് LMV ലൈസൻസ് ഉള്ളവർക്ക് ഇപ്പോൾ മുച്ചക്ര വാഹനങ്ങളും ഉപയോഗിക്കാന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. പക്ഷെ അത് ഇലക്ട്രിക് ആവുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ഗവൺമെന്റ് സൈഡിൽ നിന്ന് ലൈസൻസിന് നേടേണ്ടി വരുമോ? വേറെ പ്രത്യേക ലൈസൻസ് ഒന്നും ആവശ്യമില്ല, സെയിം ലൈസൻസ് തന്നെയാണ് മതി ഇത് ഓടിക്കാനും. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. സർ, അടുത്തത് മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞ ആളാണ്. മുഹമ്മദ് കേൾക്കുന്നുണ്ടോ? നമസ്കാരം സാർ. ഞാൻ കോഴിക്കോട് സിറ്റിയിലേക്ക് റിപ്പോർട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവർ തന്നെയാണ്. നമുക്കിപ്പോ ഇവിടെ കോഴിക്കോട് ഇപ്പൊ സാറിന് സംസാരത്തിന് മുൻപ് ശ്രദ്ധിച്ചായിരുന്നു 2 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന്. അപ്പോ അതിനു മുൻപ് നമുക്കൊന്ന് വണ്ടി പർച്ചേസ് ചെയ്യണമെങ്കിലോ ഒരു എൻക്വയറി വന്നാലോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ 2 മാസം എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പുതിയൊരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഡിലേ സർവീസിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനൊരു നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് ഡിലേ വന്നുകൊണ്ട് കുഴപ്പമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്നുള്ള ഡീലർഷിപ്പിൽ നിന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാവുന്നതാണ്. പക്ഷെ ഇവിടുന്ന് കോഴിക്കോട്ട് വന്ന് അവിടെ നെറ്റ്വർക്ക് ആവാതെ ആ വണ്ടി എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സർവീസിന് നിങ്ങൾ ഇതിന് സർവീസ് കുറവാണ്, എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് കോഴിക്കോട് അപ്രോച്ച് ചെയ്യാൻ 2 മാസം സമയം എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. പിന്നെ മറ്റൊരു കാര്യം, ഈ സോളാർ പാനലും അതുപോലെ ഇതൊക്കെ ചെയ്യുന്ന ഈ ഹൈക്കോൺ കമ്പനി എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രിക് വെഹിക്കിളിന് മേലെ ഒരു സോളാർ പാനല് ചെയ്യുന്നത്? അതുകൊണ്ട് കൂടുതൽ കാര്യമില്ല എന്നാണ്, എനർജി ലോസ് കൂടുതലായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ സോളാർ പാനല് തീർച്ചയായിട്ടും വെക്കാവുന്ന ഒരു കാര്യമാണ്, അത് സംശയമില്ല. പക്ഷെ അതിന് നമ്മളിൽ ഇപ്പോഴത്തെ റൂഫ് ടോപ്പ് നമ്മളത് തുടക്കത്തിൽ സോളാർ പാനൽ വെച്ച് ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം പലപ്പോഴും ഇപ്പോഴുള്ള മാർക്കറ്റ് സെഗ്മെന്റിൽ റൂഫ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഷീറ്റ് വളരെ ലൂസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് പോയി എല്ലാവരും ഓപ്പൺ ചെയ്ത് വീണ്ടും ടൈറ്റ് ചെയ്ത് അവരത് തന്നെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇലക്ട്രിക് ഓട്ടോയിൽ പോകുന്നത്. അപ്പൊ നമ്മൾ അടുത്തൊരു മോഡല് ഹാർഡ് ടോപ്പ് ആയിട്ടുള്ള ഒരു മോഡൽ ഫ്യൂച്ചറിൽ ഇറക്കുമ്പോൾ അതുമായി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സോളാർ പാനൽ വെക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സോളാർ പാനൽ ഓട്ടോറിക്ഷയുടെ മുകളിലുള്ള സ്പേസിൽ വെച്ചാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു ദിവസം 1 യൂണിറ്റ് പവറാണ്. 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 10 യൂണിറ്റ് ആണ് ഒരു ഫുൾ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ കിട്ടുക. ആ 10-1 നമുക്ക് അതിൽ നിന്ന് സോളാറിൽ നിന്ന് കിട്ടുകയുള്ളൂ. അത് മീൻസ് 100 കിലോമീറ്റർ ഓടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 10 കിലോമീറ്ററിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് സോളാറിൽ നിന്ന് കിട്ടും. അതിന് നമ്മളൊരു 10,000 രൂപ എക്സ്ട്രാ ആൾക്കാർ ഇനീഷ്യൽ സ്റ്റേജിൽ വണ്ടിയിൽ വില കൂട്ടായിരുന്നു എന്നുള്ള ഒരു ഫീഡ്ബാക്ക് കൊണ്ടാണ് നമ്മൾ ഇനീഷ്യലി സോളാർ വെക്കാൻ. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 10% അഡീഷണൽ എങ്കിലും അതുപോലെ നമ്മൾ പെർമിറ്റഡ് മുൻപ് ആരോ ഒന്ന് പെർമിറ്റിന്റെ കാര്യം ചോദിച്ചത് കേട്ടു, പെർമിറ്റ് ഇല്ല എന്ന്. അപ്പോൾ നമുക്ക് വരുന്നത് ഇലക്ട്രിക് ഓട്ടോ വരുന്നത് കേരള പെർമിറ്റോട് കൂടി തന്നെയാണ്. ഇപ്പൊ കോഴിക്കോട് കൂടുതലായിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ ഇഷ്യൂ നടക്കുന്നുണ്ട് സിറ്റിക്കകത്ത്. എങ്കിൽ പോലും നമുക്ക് നിയമപരമായിട്ട് ഓടുന്നതിനൊരു തടസ്സമില്ല, യൂണിയൻ തടസ്സം മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ശരിയാണ് പറഞ്ഞത്. ഗ്രാജുവലി ഏതൊരു പുതിയ സംഗതിയും നമ്മൾ കേരളത്തിൽ വരുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ നോക്കാൻ വെച്ചാൽ ട്രാക്ടർ ഉഴുതുമറിച്ചിരുന്ന കാലി കൊണ്ട് ഉഴുതുമറിച്ചിരുന്ന സ്ഥലത്ത് ട്രാക്ടർ വന്നപ്പോൾ എന്തുമാത്രം സമരം ഉണ്ടായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറുപ്പത്തിൽ നിങ്ങളൊന്നും ചിലപ്പോൾ കണ്ടുണ്ടാവില്ല, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ അതൊരു സാധാരണ സംഭവമാണ്. കാരണം സാധാരണ ഒരു ഡ്രൈവറിനെ സംബന്ധിച്ച് അവർ പറഞ്ഞാലും തെറ്റില്ല. കാരണം അവര് പെർമിറ്റിന് വേണ്ടി ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരാൾക്ക് യാതൊന്നും ഇൻവെസ്റ്റ് ചെയ്യാണ്ട് വരുമ്പോൾ ഒരു പ്ലേയിങ് ഗ്രൗണ്ട് അല്ലാണ്ട് മാറും എന്നുള്ളത് ഒരു സത്യമാണ്. അതിനൊരു ഉത്തരം എനിക്ക് പറയാനുള്ളത് എക്സിസ്റ്റിംഗ് ഉള്ള ഓട്ടോ മാറ്റി എത്രയും വേഗം ഇലക്ട്രിക്കലിലേക്ക് മാറുക എന്നുള്ളതാണ്. കാരണം അവർക്ക് കൂടുതൽ ലാഭം കിട്ടാവുന്ന ഒരു ഏരിയയും കൂടിയാണ്. തീർച്ചയായിട്ടും സാർ, ഞാനിപ്പോൾ ഏകദേശം 1 വർഷത്തോളമായിട്ട് ഇലക്ട്രിക് ഉപയോഗിക്കുന്ന ഒരു ഡീസൽ വണ്ടിയുടെ ഓണർ തന്നെയാണ്. ഞാനിപ്പോഴും ഡീസൽ വണ്ടി കൈ കിടക്കുന്നുണ്ട്. എങ്കിലും ഇത് മറ്റാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി പറയാം, ഇലക്ട്രിക്
വെഹിക്കിൾ തന്നെയാണ് നമ്മൾ ദ്രവ്യ ഇന്ധനത്തിൽ ഓടുന്ന ഏതൊരു വെഹിക്കിളിനെക്കാളും ബെറ്റർ. ചെറിയ ഡിസഡ്വാൻറ്റേജുകളൊക്കെ ഇതുപോലെ നിങ്ങൾ പലരും പറഞ്ഞു കേട്ട കിലോമീറ്ററിന്റെ കാര്യം, ഓടാൻ കൂടുതൽ കഴിയില്ല. ശരിയാണ്, കൂടുതൽ കഴിയില്ല നമുക്ക്. പക്ഷേ കിലോമീറ്റർ എത്ര കിട്ടുന്നുണ്ടെന്ന് കമ്പനി പറഞ്ഞാൽ ഏകദേശം അതിനടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. പല സമയത്ത് ഒരു അല്പം കൂടുതൽ കിട്ടാറുണ്ട്. അത് നമ്മളുടെ ഓടിക്കുന്നതിന്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ആണെന്നുള്ള ഓർമ്മ ഉണ്ടായാൽ മതി. അപ്പോൾ ഓക്കെ സർ, താങ്ക് താങ്ക് യു യു. താങ്ക് യു വെരി മച്ച്. സർ അടുത്തത് സാജു എന്ന് പറഞ്ഞ ആളാണ്. പറയൂ ഷാജു. സാജു കേൾക്കുന്നുണ്ടോ? ഹലോ. പറഞ്ഞോളൂ. സാർ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഇതിന് മുമ്പുള്ളവർ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ചോദിച്ചു. 2-3 കാര്യങ്ങൾ. ഒന്ന് പെർമിറ്റിന്റെ ആയിരുന്നു, പിന്നെ ഉണ്ടായിരുന്നത് ഈ സോളാർ പാനൽ വയ്ക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ചോദിക്കുകയും ചെയ്തു സാർ. അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുകയും ചെയ്തു. അതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന ഡൗട്ട്. ഫ്യൂച്ചറിൽ എല്ലാ ഓട്ടോ സ്റ്റാൻഡിന്റെയും മേലെ സോളാർ പാനൽ വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാവും. ആ പാനൽ വെച്ച് അവിടെ തന്നെ ഒരു സ്റ്റോറേജ്, സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് ബാറ്ററി വെക്കുകയും വരുന്ന ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ അവർക്ക് അതിൽ നിന്ന് ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇനി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നതാണ്. അപ്പോൾ സോളാർ പാനൽ എന്തായാലും ഫ്യൂച്ചറുള്ള ഒരു ഏരിയ ആണ്, പ്രത്യേകിച്ചും ഇലക്ട്രിക് വെഹിക്കിളിന്. ഓക്കെ സാർ, ഞാനിവിടെ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് വീട്ടിൽ ഈ സോളാർ വാട്ടർ ഹീറ്റർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ സ്ഥലം പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ഡീലർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടി അതും കൂടി നോക്കുന്നുണ്ടായിരുന്നു. ഡീലർഷിപ്പിന്റെ കുറിച്ച് വല്ലതും കൂടെ പറയാൻ പറ്റുമോ? നമുക്ക് ഒത്തിരി ഡീലർഷിപ്പ് എൻക്വയറി ഓൾ കേരള എന്ന് മാത്രമല്ല ഓൾ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ലോഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയും വേഗം എല്ലാ സ്റ്റേറ്റിലും ഓരോ ഡിസ്ട്രിക്റ്റിലും നമ്മൾ ഡീലർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഒത്തിരി ഡിസ്ട്രിക്ട് ഓൾറെഡി ഫൈനലൈസ് ചെയ്ത സ്റ്റേജ് ആണ്. അത് ചെയ്യുന്നത് മാച്ച് വാല്യൂ വഴിയാണ്. പത്തനംതിട്ടയുള്ള നമ്മൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെ എവിടെ കോൺടാക്ട് ചെയ്ത് അറിയാൻ പറ്റും? ഒന്ന് എനിക്ക് എൻ്റെ നമ്പർ ഇതിൽ കോണ്ടാക്റ്റിൽ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ഒന്ന് അയച്ചു തന്നാൽ ഞങ്ങൾക്ക് അറിയിക്കാം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ നമ്പർ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. 98 ഒരു സെക്കൻഡ്. പറഞ്ഞോളൂ സാർ. 98-460 ഓക്കെ 32117. 32117. ഓക്കെ ഓക്കെ സാർ. പേരെന്തായിരുന്നു? ക്രിസ്റ്റോ ജോർജ്. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. സർ അടുത്തത് മധു എന്ന് പറഞ്ഞ ആളാണ്. യെസ് മധു. ഹലോ, നമസ്കാരം. നമസ്കാരം മധു. അല്ല, ഇത് നമ്മുടെ ഹൈക്കോൺ ഹിറ്റ് ഈ ഓട്ടോറിക്ഷ ഫേം 2 രജിസ്റ്റർ ചെയ്താണോ? ഐക്കോണിന്റെ ഓട്ടോറിക്ഷ ഫ്ലെയിം 2 നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഫ്ലെയിം 2 രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 100% പാർട്സും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത ഐറ്റം ആയിരിക്കണം. നമ്മളിൽ ഒത്തിരി പാർട്സ് ഇമ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം 2 ഇപ്പോൾ പോകുന്നില്ല. ഫ്യൂച്ചറിൽ നമ്മൾ ഫ്ലെയിം 2 രജിസ്റ്റർ ചെയ്യും. ഫ്ലെയിം 2 രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം, ഒരു സബ്സിഡി സെൻട്രൽ ഗവൺമെന്റ് ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ച് കിട്ടുമെന്ന്. എത്ര കിലോവാട്ട് ബാറ്ററി? അത് നമ്മൾ എല്ലാ പാർട്സും ഇമ്പോർട്ട് നിർത്തി ഇന്ത്യൻ മാനുഫാക്ചർ, കാരണം നമ്മൾ മോട്ടറൊന്നും ഇന്ത്യയിൽ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോട്ടർ നമുക്കൊരു സപ്ലയറിനെ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഗ്രാജുവലി മാനുഫാക്ചേഴ്സ് ഇന്ത്യയിൽ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്നു. ബാറ്ററിയുടെ കപ്പാസിറ്റി എത്രയാണ്? 9 കിലോവാട്ട്. എത്ര പറഞ്ഞത്? 9.2 കിലോവാട്ട് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ നിയർ അബൌട്ട് 92,000 സബ്സിഡി കിട്ടേണ്ടതാണ് അല്ലെ ഫേം 2 രജിസ്റ്റർ ചെയ്താൽ? അതെ, അതിൽ പക്ഷെ മാക്സിമം ലിമിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 60,000 വരെയാണെന്നോ ലിമിറ്റ്. അല്ല, കാറിനൊക്കെ 1.5 കിട്ടുന്നുണ്ടല്ലോ അല്ലെ? ഒരു കിലോവാട്ടിന് 10 രൂപ വെച്ചിട്ടാണ് 10,000 ആണ് ഫ്ലെയിം സബ്സിഡി. ഇതിൽ ഫ്ലെയിം സബ്സിഡി എന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന ഒരു സാധനമല്ല മാനുഫാക്ചർക്ക്. അതോടും കൂടിയാണ് നമ്മൾ അതിലേക്ക് ഇൻട്രസ്റ്റ് എടുക്കാഞ്ഞത്. ഫ്ലെയിം സബ്സിഡി കൊടുക്കുന്നത് നമ്മൾ ആദ്യം മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് ആ ഒരു 60,000 അല്ലെങ്കിൽ 80,000 രൂപ സബ്സിഡി എമൗണ്ട് ഉണ്ടെങ്കിൽ അത് കഴിച്ച് കസ്റ്റമർക്ക് കൊടുത്ത് നമ്മൾ 1 കൊല്ലം 1.5 കൊല്ലം വെയിറ്റ് ചെയ്തിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ആ സബ്സിഡി എമൗണ്ട് മാനുഫാക്ചർക്ക് കൊടുക്കുന്നത്. നമ്മളെ പോലത്തെ ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന കമ്പനിക്ക് 1000-2000 കൊല്ലം ചെയ്യുമ്പോൾ 20 കോടിയോളം സബ്സിഡി എമൗണ്ട് കിട്ടാനായിട്ട് നിന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കമ്പനി പൂട്ടേണ്ടി വരും. പല കമ്പനികളും സോളാറിൽ പൂട്ടി പോണതിന്റെ റീസൺ ഈ സബ്സിഡി നോക്കി
ബിസിനസ് ചെയ്തിട്ട് സബ്സിഡി കിട്ടാനായിട്ട് 1 കൊല്ലം തുടങ്ങിയിട്ട് 5 കൊല്ലം വെയിറ്റ് ചെയ്ത പല കമ്പനികളും ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അത് വയബിൾ അല്ല. നമ്മൾ പറഞ്ഞ സപ്പോർട്ടിന്റെ അസോസിയേഷൻ വഴി നോക്കുന്നുണ്ട്. സബ്സിഡി കസ്റ്റമർക്കാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബെനിഫിഷ്യൽ ആണ്. നമ്മൾ ഗ്യാസ് വാങ്ങിക്കുമ്പോൾ കസ്റ്റമർക്കാണ് സബ്സിഡി പോകുന്നത്. ഗ്യാസ് കൊടുക്കുന്ന വ്യക്തി ആ സബ്സിഡി എമൗണ്ട് കുറച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ പോളിസി പ്രകാരം അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ഇൻട്രസ്റ്റ് എടുക്കാൻ. ഓക്കെ, താങ്ക് യു സർ. സർ അടുത്തത് സന്ദീപ് സച്ചു എന്ന് പറഞ്ഞ ആളാണ്. യെസ് സന്ദീപ്. ഹലോ സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ മഴക്കാലത്തൊക്കെ പോയി ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഒരു സുഗമമായിട്ട് ഓടിക്കുക എന്നുള്ളതാണ്. അതായത് പല റോഡുകളിലും ഒരടിക്കൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പൊ ടയർ ലെവലിൽ വരെയൊക്കെ വെള്ളം വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഒരു സംശയം. തീർച്ചയായിട്ടും മഴക്കാലത്ത് ഇതിന്റെ മെയിൻ പാർട്സ് ഏറ്റവും അടിയിലിരിക്കുന്നത് മോട്ടറാണ്. അത് IP66 എന്ന് പറയും. വെള്ളം കയറില്ല. അപ്പൊ വെള്ളത്തിന്റെ ഉള്ളിലൂടെ ഓടിച്ചാലും അതിന് പ്രോബ്ലം ഇല്ല. വെള്ളത്തിൽ മുക്കി മണിക്കൂറോളം ഇടാണ്ടിരുന്നാൽ മതി. ഓടിച്ചുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. പിന്നെ അതിന്റെ കൺട്രോളർ അത് നമുക്ക് IP66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം സ്പ്ലാഷായി മുങ്ങിയാലും ഒന്ന് പൊന്തിയാലും അതിനും കുഴപ്പമില്ല. ബാറ്ററിയും നമുക്ക് സീൽഡാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ വണ്ടിയുടെ പോലെയല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. വെള്ളം സ്പ്ലാഷായി അത് ഏറ്റവും മുകളിലാണ് നമ്മൾ ബാറ്ററി ഇരിക്കുന്നത്. വണ്ടി ഈ യാത്രക്കാർ മുങ്ങിയാൽ മാത്രം ആണ് ബാറ്ററി മുങ്ങുള്ളൂ. ഇനി ബാറ്ററി ജസ്റ്റ് വെള്ളത്തിൽ മുങ്ങി പൊന്തിയോണ്ടൊന്നും ബാറ്ററിക്കും കുഴപ്പം വരില്ല. ഓക്കെ. അതുപോലെ നമ്മൾ ഈ ഇപ്പൊ നൈറ്റ് ഒക്കെ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇത് സെൻട്രലൈസ്ഡ് ബാറ്ററി ആണോ? ഇതിൽ നിന്നാണ് എല്ലാ ചാർജും പോണത്? അതായത് ഹെഡ്ലൈറ്റിലേക്കും എല്ലാത്തിലേക്കും പോണത് അതെ, സെൻട്രലൈസ്ഡ് ബാറ്ററി നമ്മൾ സെപ്പറേറ്റ് വേറെ ബാറ്ററി വെച്ചിട്ടില്ല. സെൻട്രലൈസ്ഡ് ബാറ്ററി തന്നെയാണ് എല്ലാ പവറും എടുക്കുന്നത്. നമ്മൾ 2 DC കൺട്രോളാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് ലൈറ്റ് സിസ്റ്റത്തിനും ബാക്കിയുള്ള കൺട്രോൾസിനും വേണ്ടിയാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ സർ, താങ്ക് യു. സർ അടുത്തത് സലീം എന്ന് പറഞ്ഞ ആളാണ്. സലീം. ഹലോ സലീം. ഞാനേ കോഴിക്കോട് നിന്നാണ്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? സലീം, കേൾക്കാം. കോഴിക്കോട് നിന്നാണ്. ഹലോ, കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ സലീം, കേൾക്കാം. നമ്മളിപ്പോ ഇവിടെ കോഴിക്കോട് ഇപ്പൊ നിലവില് കുറച്ച് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നുണ്ട്. അപ്പൊ അവർക്കുള്ള മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സ്റ്റാൻഡുകളിലിട്ട് സർവീസ് നടത്താൻ ഈ സിറ്റിക്കുള്ളിലുള്ള ഡീസൽ വാഹനങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതിന് നമ്മളെ ഹൈക്കോൺ എടുത്തു കഴിഞ്ഞാലും അതേ ഇത് തന്നെ നിലവിൽ ഉണ്ടാവുക? എന്താണ് അതിന്റെ ഇത് വരുന്നത്? അത് ഹൈക്കോണിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല. അത് ജനറലൈസ് ചെയ്ത് ഇലക്ട്രിക് വെഹിക്കിൾ എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അത് നമ്മുടെ യൂണിയൻ ലെവലിലെല്ലാം സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ളത് ഗവൺമെന്റും യൂണിയൻകാരും സംസാരിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണതാണ്. പക്ഷെ ഇതെല്ലാം തുടക്കത്തിൽ ഉണ്ടാവും എന്നുള്ളത്. ഇപ്പൊ ഈ പ്രോബ്ലം ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കോടായിരുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾ ഇന്ന് കേരളത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അതേപോലെ നമ്മളിപ്പോ ഹൈക്കോണിന്റെ ഒരു വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ കോഴിക്കോടേക്ക് അത് കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ സർവീസ് കാര്യങ്ങൾക്ക് അങ്ങോട്ട് വരുന്നൊരു ഇതില്ലേ, അത് അവിടുന്ന് ഇപ്പൊ ഒരു 10-20 വണ്ടി ഒരുമിച്ച് അവിടുന്ന് പല ആളുകൾ കൂടിയിരിക്കും. അതായത് പല ഡ്രൈവർമാർ എടുക്കുകയാണെങ്കിൽ അതിന് ഈ 2 മാസത്തെ കാത്തിരിപ്പില്ലാതെ തന്നെ ഒരു സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടാവും? ഒരു ദിവസം മൊത്തത്തില് ഒരു സർവീസ് ചെയ്യാൻ ഒരു സർവീസ് അസിസ്റ്റന്റ് ആയിട്ട് അവിടുന്ന് ഇവിടെ വന്നിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്? നമുക്കൊരു മൊബൈൽ സർവീസ് യൂണിറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാരണം ഒരു വണ്ടി വിൽക്കുക എന്നുള്ളതും നിങ്ങൾക്ക് സർവീസ് തരേണ്ടതും നമ്മുടെ ഡീലർഷിപ്പ് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞാനത് പറയാൻ അവിടെ സർവീസ് വണ്ടി വന്ന് നമുക്ക് ഫ്രീ സർവീസ് അവിടെ ചെയ്തു തരാം. അപ്പൊ നേരത്തെ മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞ ആള് സംസാരിച്ചില്ലേ, അയാളടക്കം ഏകദേശം 150ഓളം ഡ്രൈവർമാരോട് കോഴിക്കോട് സിറ്റിയിലുണ്ട്. അപ്പൊ അതിൽ പല ആളുകൾക്കും ഹൈക്കോണിന്റെ വണ്ടി ഇത്രയും മൈലേജ് കൂടുതലും ഫെസിലിറ്റി കൂടുതലും നമ്മള് കേരളത്തിൽ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു സാധനം എന്നുള്ള നിലക്കും എടുക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ട്. പക്ഷെ അതിന്റെ സർവീസും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ അത് നമ്മളെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ എടുക്കാനുള്ളൊരു താല്പര്യം കൂടുതൽ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് കോഴിക്കോട്.
തീർച്ചയായിട്ടും നമ്മൾ എത്രയും വേഗം അവിടെ ഡീലർഷിപ്പ് നമ്മൾ കൊടുക്കാണ്ട് നിൽക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ഡീലർഷിപ്പ് എറണാകുളം, പാലക്കാടും മലപ്പുറം കഴിഞ്ഞിട്ട് കാലിക്കറ്റ് കൊടുക്കാന്ന് വെച്ചിട്ടാണ്. നിങ്ങളെ നമ്പർ കോഴിക്കോട് ആണ് ഒന്നെങ്കിൽ ഏറ്റവും ഷെയർ കൂടുതൽ ആളുകൾ ചെയ്യാന്നുണ്ടെങ്കിൽ അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ വെഹിക്കിളിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് വേണമെങ്കിൽ പറയാം ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് വളരെ നല്ലൊരു സപ്പോർട്ടാണ് കോഴിക്കോട് നിന്ന് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു. അപ്പൊ നമ്മൾ എത്രയും വേഗം കോഴിക്കോട് വരാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. ആ നമ്പർ എനിക്ക് ഷെയർ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യിപ്പിക്കാം. ഞാൻ എന്റെ നമ്പർ ഒന്ന് പറയാൻ സാർ നോട്ട് ചെയ്തോളൂ. നോട്ട് ചെയ്യാം. 97 44 74 74 അല്ല 44 44 55 55 44 444. 44. ഒന്നുകൂടി പറയാമോ? ഞാൻ അതുകൂടി. ഫസ്റ്റ് കൊണ്ടൊന്ന് പറയാം. 97 ഓക്കെ 44 55 ഓക്കെ 44 55. 4455. ഓക്കെ, താങ്ക് യു. ഓക്കെ. സർ അടുത്ത രമേശൻ എന്ന് പറഞ്ഞ ആളാണ്. യെസ്, പറയൂ രമേഷ്. രമേശ് കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? രമേശ് ഹലോ. പറഞ്ഞോ രമേശ്, പറഞ്ഞോ. നമ്മുടെ ഈ മലയോര ഇവിടെ വലിയ കയറ്റങ്ങളുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഈ കയറ്റം കയറുമ്പോൾ വണ്ടി ഓഫ് ആകുന്നുണ്ട്. ബജാജിന്റെ വണ്ടി ഉണ്ടായിരുന്നു, അത് മിക്കപ്പോഴും ഓഫായിട്ട് വഴിക്കാവലുണ്ട്. ഹലോ. അങ്ങനെ കയറ്റം കയറുമ്പോൾ ഓഫ് ആവേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഈ കയറ്റം കയറുമ്പോൾ ഓഫ് ആവുന്നുണ്ട് വരുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ ആണോ അല്ലെങ്കിൽ ഡീസൽ വണ്ടി ഓഫ് ആവുന്ന കാര്യമാണോ പറഞ്ഞത്? ഇലക്ട്രിക്കിന്റെ ബജാജിന്റെ. ഒന്നില്ലെങ്കിൽ അതിന്റെ ഹൈ കറന്റ് ഓവർഷൂട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫ് ആവാൻ ചാൻസ് ഉള്ളൂ. നമ്മുടെ വണ്ടിയിൽ എന്തായാലും പവർ മോഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ആവില്ല, എക്കോ മോഡിൽ ഇട്ടാലും ഓഫ് ആവില്ല. ഓഫ് ആയിട്ടല്ല കയറ്റം കയറാം. നല്ല ഹൈറ്റ്, നല്ല ഉയരം കൂടിയ പ്രദേശമാണ്. നമ്മളിൽ പവർ ആവശ്യത്തിന് അത്രയും ഈ 18 ഡിഗ്രീനെ മേലെ ഉയരം ഉണ്ടെങ്കിൽ വണ്ടി കയറാൻ, ഡീസൽ വണ്ടി ആയാലും കയറാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡീസൽ വണ്ടി കയറുന്ന എല്ലാത്തിലും നമ്മുടെ വണ്ടി ടെസ്റ്റ് ചെയ്ത് കയറി പോകുന്നുണ്ട്. അപ്പൊ അതിന് ആ പ്രോബ്ലം നമ്മുടെ വണ്ടിയിൽ കണ്ടിട്ടില്ല. ഡീസൽ വണ്ടി ഒരാളെ വെച്ച് കയറി പോകുന്ന കയറ്റങ്ങളാ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള പ്രദേശത്തായത് ഓഫായി പോയത് വണ്ടി. നമ്മൾ വണ്ടി ഡീസൽ വണ്ടി പറ്റാത്ത സ്ഥലത്തും നമ്മൾ ടെസ്റ്റ് ചെയ്യാം. നിങ്ങളെ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏരിയയിൽ ആ വണ്ടി അവിടെ കൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാവുന്നതാണ്. ഡെമോ നമുക്ക് എത്രയും നിങ്ങൾ കുറച്ച് പേര് അറേഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഡെമോ കാണിക്കാം. ഇത് കാസർഗോഡ് ജില്ലയാണ്. നമ്മൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഡെമോ കാണിക്കാൻ തയ്യാറാണ്. ആ 99 99 46 35 36 96 43 നോട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ശരി. സാർ നമുക്ക് ഫേസ്ബുക്ക് ലൈവ് പോകുന്നുണ്ടായിരുന്നു QKerala.com ഫേസ്ബുക്ക് പേജിൽ. അവിടെ ഒരാള് സാർ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറിന് നമ്പർ പറഞ്ഞു തരാം. 8547 199 047. താങ്ക് യു. ഓക്കെ സാർ. അടുത്തത് പ്രശാന്ത് MK എന്ന് പറഞ്ഞ ആളാണ്. പറയൂ പ്രശാന്ത്. ഹലോ, വടകരയിൽനിന്നാണ്. പറയൂ പ്രശാന്ത്. പിന്നെ നമ്മുടെ ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് എത്ര? ഓൺ റോഡ് കോസ്റ്റ് വരുമ്പോൾ അറൌണ്ട് 3.25 lakh വരും. 3.25. ഓക്കെ. അപ്പോൾ നമുക്ക്
ഇതിനകത്ത് സബ്സിഡി എന്തെങ്കിലും ഉണ്ടാവുമോ? സ്റ്റേറ്റ് ഗവൺമെന്റ് സബ്സിഡി 30,000 ഉണ്ട്. അത് കിട്ടാനായിട്ട് കുറച്ച് ഡിലേസ് ഉണ്ടെന്നുള്ളൂ. കുറച്ച് പേർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ഇതുവരെ കൊടുത്തവർക്ക്. ഡിലേ ഉണ്ടല്ലേ? അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെയോ? സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി കസ്റ്റമർക്ക് ഇല്ല ഇപ്പോൾ. ഡയറക്റ്റ് മാനുഫാക്ചർക്ക് ഉണ്ട്. നേരത്തെ ഞാൻ സംസാരിച്ച പോലെ രണ്ടാമത് ഒന്നുകൂടി ചോദിച്ചതിന്റെ കാരണം അതാണ്. അപ്പൊ എന്ന് വെച്ചാൽ മറ്റൊരു കാര്യം വെച്ചാല് ഇതേ വണ്ടി ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എടുക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഓഫറുകൾ എന്തെങ്കിലും ഉണ്ടാവും? ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിച്ചിട്ടില്ല. അങ്ങനെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പഠിക്കാം, മനസ്സിലാക്കാം. കാരണം ഹാൻഡിക്യാപ്ഡ് ഇപ്പൊ ഡീസൽ വണ്ടിക്ക് എന്ത് ഓഫേഴ്സ് ഉള്ളത് ഗവൺമെന്റിൽ നിന്ന് ഹാൻഡിക്യാപ്ഡിന്? ഹാൻഡിക്യാപ്ഡിന് ഞാൻ ഡീസൽ വണ്ടി എടുക്കാറില്ല. ഞങ്ങൾക്ക് ഓട്ടോ ഗിയർ വണ്ടി മാത്രമേ പാടുള്ളൂ. ഞങ്ങൾക്ക് ലൈസൻസ് തരുള്ളൂ. ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ ഇത് മാത്രമേ തരാൻ എടുക്കാൻ പാടുള്ളൂ. ഓട്ടോമാറ്റിക് ഗിയർ ഇല്ലാത്ത വണ്ടി, ഓട്ടോ ഗിയർ വണ്ടികൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതിന് ലൈസൻസ് കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിനിപ്പോ ഗിയർ ഇല്ലാത്തതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് നമുക്ക് അത് എടുക്കാൻ പറ്റും, ഉപയോഗിക്കാൻ. അതിനുപയോഗിക്കാം. ഇത് ഓട്ടോമാറ്റിക് എയർ ഉണ്ട്, ഗിയർ ഇല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. വേറെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല. അതല്ല, അതിന് വേറെ നിയമപ്രശ്നങ്ങൾ അതിന് വേറെ ഒന്നുമില്ല. ഇല്ല, ഇത് ഇലക്ട്രിക് ഇതിന് ഗിയർ ഇല്ല. അതറിയാം, അത് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പിന്നെ അപ്പൊ ഇതിന്റെ മൈലേജ് എത്ര വരുന്നുണ്ട്? ഫുൾ ചാർജില് 30 കിലോമീറ്റർ 34 കിലോമീറ്റർ ഇടയിൽ ഓടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രൈവർ ഒരു പാസഞ്ചർ വെക്കാൻ നമുക്ക് 200 ആണ് നമ്മൾ പ്ലെയിൻ റോട്ടിൽ പറയുന്നത്. 200 ഒരു 30 അതായത് ഒരു 30-25 ഓടിക്കുകയാണെങ്കിൽ ഒരു 30-34 ഇടയിൽ ഒപ്റ്റിമം കിലോമീറ്റർ. അതല്ല ലോഡ് വെച്ച് കയറ്റുന്നതനുസരിച്ച് അതിന്റെ മൈലേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. നോർമലി ഒരു 170-180 എല്ലാം കിട്ടാൻ ഒരു കുഴപ്പമില്ല. ഫാസ്റ്റ് ചാർജറിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണോ? ഫാസ്റ്റ് ചാർജർ എന്നത് ഉപയോഗിക്കുന്നത് നമ്മൾ 6 കിലോവാട്ടിന്റെ ചാർജറാണ്. അത് ഒരാൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങിച്ചു വെക്കാം. അതിന് 55,000 രൂപ ചെലവ് വരും. അപ്പൊ അത് നമുക്ക് 2 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. 1 മണിക്കൂർ കൊണ്ട് ബാറ്ററി ഫുള്ള് ഡ്രെയിൻ ആവില്ല നോർമലി ഒരിക്കലും. ഒരു ദിവസം ഓടിച്ചാൽ 120-130 കിലോമീറ്റർ ഓടിച്ചാലും അതിൽ 30-40% ഉണ്ട്. അപ്പോഴും 1 മണിക്കൂർ മതി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അത് കോമൺ ആയിട്ട് ഒരു പോയിന്റിൽ വെക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഓട്ടോ ഡ്രൈവർമാർക്കും അത് കോമൺ യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതല്ലേ ഇതിന്റെ ഉള്ളിലത്തെ ചാർജർ എന്ന് പറയുന്നത് AC ചാർജർ ആണ്. അത് 6 മണിക്കൂറോളം ചാർജ് കിട്ടും. അതിപ്പോ ഒരു ചാർജിങ് സെന്റർ ആയിട്ട് നമുക്ക് ഈ സാധനം വാങ്ങിയിട്ട് വേണമെങ്കിലും നമുക്ക് വെക്കാം. ഈ 80,000 രൂപയുടെ സാധനം വാങ്ങിയിട്ട് വേണേ വെക്കാം. ഫസ്റ്റ് അപ്പൊ അതിനൊരു 6 കിലോവാട്ട് പോയിന്റ് നമ്മുടെ വീട്ടിലുണ്ടാവണം എന്നുള്ളൂ അങ്ങനെ വെക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെന്ന് വെച്ചാല് വേറെ എന്തെന്ന് വെച്ചാല് നമ്മുടെ ഇതിന്റെ ഈ ഗ്യാരണ്ടീന്റെ കാര്യത്തിൽ എങ്ങനെയാ വരുന്നത്? നമ്മൾ 40 മാസം ആണ് വണ്ടിക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത്. അതിന് മോട്ടോർ, കൺട്രോളർ, ബാറ്ററി എല്ലാം വണ്ടിയുടെ കവേർഡ് ആണ്. 40 മാസം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ അതാണ് നമ്മൾ വാറണ്ടി കവറേജ് കൊടുക്കുന്നത്. വാറണ്ടി കവറേജ് ആണ്, റീപ്ലേസ്മെന്റ് അല്ല. റീപ്ലേസ്മെന്റ് അല്ല. റീപ്ലേസ്മെന്റ് അങ്ങനെ വരില്ല. മോട്ടോർ എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന് അത് റീപ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ പക്ഷേ റീപ്ലേസ്മെന്റ് അല്ല പറഞ്ഞാൽ നോർമലി കംപ്ലൈന്റ് വരില്ല. ഈ ബാറ്ററിക്ക് എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ അല്ല, സെല്ലിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അത് റെക്ടിഫൈ ആവുന്ന ഒരു കാര്യമാണ്. ഈ ടോട്ടൽ ഡാമേജ് വല്ലതും വരുന്നിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ട പറ്റുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഇത് ഞാനിപ്പോ വടകരയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒരു കംപ്ലൈന്റ് ഇപ്പൊ വന്നു വിചാരിക്കും, ബൈ ചാൻസ് അതിപ്പോ ഞാൻ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പം ഇതൊരു കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ ഇതിപ്പോ ബൈക്കായി പോയി എന്ന് വിചാരിക്കാം. ഇതിപ്പോ എന്ന് വെച്ചാല് അന്നേരം നിങ്ങൾക്ക് എത്ര നേരം കൊണ്ട് പിന്നെ ഇത് വന്നിട്ട് റിക്കവർ ചെയ്ത് തരാൻ പറ്റും? നമ്മൾ നോർമലി ഒരു ടൈം പറഞ്ഞിട്ടുള്ളത് 3 to 4 hours ആണ്. ഡീലർ പോയിന്റിൽ നിന്ന് വന്ന് വണ്ടി എടുത്ത് വരണ്ടി വന്നാൽ നോർമലി അവിടെ വന്നിട്ട് തന്നെ റെക്ടിഫൈ ഒരു 80% അല്ലെങ്കിൽ 90% പ്രോബ്ലം സൈറ്റിൽ തന്നെ വെച്ച് റെക്ടിഫൈ ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പൊ നമ്മളെല്ലാം മൊബൈൽ പോയിന്റിലും ഡീലർമാരുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു മൊബൈൽ സർവീസ് കൂടെയും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ വണ്ടി ഓടാത്ത ഒരു കണ്ടീഷൻ എന്തെങ്കിലും വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ 2 to 3 hours സപ്പോർട്ട് കിട്ടാവുന്ന പോലെ.
ആ ആ പിന്നെന്ന് വെച്ചാല് നമുക്ക് ഇതിന്റെ ലോൺ എത്രയാണ് വരിക? ലോൺ എമൗണ്ട് നമുക്ക് 80% ഓൺ റോഡിന് നമുക്ക് ഇപ്പോൾ 325-ന്റെ 80% ലോൺ കിട്ടും മാക്സ് വാല്യൂന്ന്. മാക്സ് വാല്യൂടെ ഇൻട്രസ്റ്റ് 12% ആണ്. EMI അറൗണ്ട് 8,000 രൂപ മാസം EMI വരും. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലോൺ സ്കീമും ഉണ്ട്. അതിൽ പെർസെൻറ്റേജ് വളരെ കുറവാണ്. 7% സബ്സിഡൈസ് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അവിടുന്ന് ലോൺ കിട്ടാൻ KFC വഴിയാണ് കിട്ടുന്നത്. നമ്മൾ അതും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഡിലേയും സമയം എടുക്കാറുണ്ട്. പക്ഷെ അതിന് വളരെ ലോൺ എമൗണ്ട് ഇത് കുറവാണ് ഇൻട്രസ്റ്റ് കുറവാണ്. അന്നേരം ഞാൻ വെച്ചാൽ അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് നമ്മൾ ഏകദേശം എത്ര റുപ്യ കാണേണ്ടി വരും? 20% ഓൺ റോഡിന്റെ 20% നമ്മൾ കയ്യിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ 3,25,000-ന്റെ 20% പറഞ്ഞാൽ 65,000 രൂപ കയ്യിൽ വേണം. 65,000 രൂപ കൈ കാണണം, എന്നാലാണ് നമുക്കത് എടുക്കാൻ പറ്റുക അല്ലെ? അതെ. ആ ഓക്കെ, താങ്ക് യു. ബുക്ക് ചെയ്താൽ എത്ര നേരം കൊണ്ട് എത്ര മാസം കൊണ്ടാണ് കിട്ടുക? നമ്മൾ നാളെയാണ് ആദ്യത്തെ വണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് വണ്ടികളുടെ ബുക്കിംഗ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ 2-3 മാസം 60 തുടങ്ങിയിട്ട് 100 വരെയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ അപ്പോൾ ഒത്തിരി ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബുക്കിങ്ങിനനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് വലുതാക്കാനുള്ള ആക്ഷൻസും പാരലി നടത്തുന്നുണ്ട്. ഇപ്പോ 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും, ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, അടുത്ത ആളുടെ യൂസർ നെയിം കൊടുത്തിരിക്കുന്ന മെക്സ് എന്നാണ്. മെക്സ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, സോറി. അടുത്ത ആളിലേക്ക് പോകും സർ. ബിജു എന്ന് പറഞ്ഞ ആളാണ്. ബിജു കേൾക്കുന്നുണ്ടോ? ഹലോ, സാർ കേൾക്കാം. യെസ്, പറയൂ ബിജു. സംസാരിച്ചോട്ടെ സാർ? നമസ്കാരം. ഞാൻ പ്രോഗ്രാം കേട്ടു. എനിക്ക് അറിയേണ്ടത് ഇതിന്റെ സാധാരണ എല്ലാ ഓട്ടോയിലും ലീഫ് സസ്പെൻഷനാണ് ബാക്കിൽ. അപ്പം നമ്മളുടെ ഹൈക്കോണിന്റെ ലീഫ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാക്കിലെ ഡോറ് ഓപ്പൺ ചെയ്യാവുന്ന മോഡലും ആണോ അതെന്ന് പറഞ്ഞാൽ. നമ്മൾ ബാക്കിൽ ഡോർ ഫിക്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ ബാറ്ററി എന്തെങ്കിലും റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്വാപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ബാറ്ററി ബാക്കിൽ ഡോർ വെച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് കാര്യമായിട്ടുള്ള സാധനം ലോഡ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, ബാറ്ററിയുടെ മുകളിൽ കുറച്ച് സ്പേസ് കിട്ടുള്ളൂ. അപ്പോൾ ബാറ്ററി എടുക്കാനും നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, നമുക്കൊരു ബാറ്ററി വെച്ച് വണ്ടി ഓടിക്കുമ്പോൾ മറ്റു ബാറ്ററി ചാർജിന് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇനീഷ്യലി അങ്ങനെ ഒരു കൺസെപ്റ്റിൽ വേണ്ടിയിട്ടാണ് നമ്മളത് ഡോറ് ബാക്കിൽ വെക്കാൻ കാരണം. അതേപോലെ അതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം നമ്മൾ സാധാരണ ബാക്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ പോലെയല്ല ചെയ്തിട്ടുള്ളത്. കൺവെൻഷണൽ നമ്മുടെ ബജാജിലുള്ള പോലെയുള്ള സസ്പെൻഷൻ സിസ്റ്റമാണ് ഡിഫറൻഷ്യൽ വെച്ചിട്ട്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. സർ അടുത്ത വിഷ്ണു AJ എന്ന് പറഞ്ഞ ആളാണ്. വിഷ്ണു കേൾക്കുന്നുണ്ടോ? കേക്കാം. പറഞ്ഞോളൂ. സാറേ, നമുക്ക് ഇടുക്കിയില് ഡീലർഷിപ്പ് വല്ലതും ആയതായിരുന്നോ സാറേ? ഇടുക്കിയിലെ ഡീലർഷിപ്പ് ആയിട്ടില്ല. അത് നമ്മുടെ സെക്കൻഡ് ഫേസിൽ മാത്രം വരുന്ന ഒരു ഏരിയ ആണ് ഇടുക്കി. കോട്ടയത്തും ബാക്കിയുള്ള ആ ഏരിയകളിൽ നമ്മൾ പത്തനംതിട്ട ആ ഏരിയയിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇടുക്കി 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഡീലർഷിപ്പ് കൊടുക്കുന്നുള്ളൂ. കാരണം അത് ഹൈ റേഞ്ച് ഏരിയ ആണ്. നമുക്ക് സർവീസ് എത്താൻ ഡിലേ. നമുക്ക് ഹൈക്കോണിന്റെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടിയും ഫീൽഡിൽ 2 മണിക്കൂറിന് മേലെ നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു സ്പ്രെഡ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കാത്തത്. കാരണം ഹൈ റേഞ്ചിൽ പലതും ഇന്റീരിയർ ആയിരിക്കും, എത്തിപ്പെടാൻ തന്നെ സമയമെടുക്കും. അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ അത് സെക്കൻഡ് ഫേസിൽ നമ്മൾ തീർച്ചയായിട്ടും ഇടുക്കിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഡീലർഷിപ്പ് ഏതെങ്കിലും എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ഡീലർഷിപ്പ് എല്ലാ സ്ഥലത്തേക്കും അപ്ലിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട്, എടുക്കാൻ തയ്യാറായിട്ട് അവർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഡിലേ ആക്കണതാണ്. ആണല്ലേ? സാറിന്റെ നമ്പർ ഒന്നും കൂടെ തരാം. അന്ന് എനിക്ക് മുമ്പേ പറഞ്ഞപ്പോൾ അത് കിട്ടിയില്ലായിരുന്നു. 9846032117. സാറേ, നാളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ്. നാളെ ഷോറൂം തൃശ്ശൂർ ഓപ്പണിംഗ് ആണ്. അവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എനിക്കറിയില്ല, അവർ ഷോറൂമിന്റെ ഉള്ളിലാണ് ഇട്ടാണെന്നുള്ളത്
നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ടെസ്റ്റ് ഡ്രൈവ് തരാൻ പറ്റും. ഹലോ, ഓക്കെ. ഓക്കെ. സർ ലാസ്റ്റ് കണക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മജു എന്ന് പറഞ്ഞ ആളാണ്. മജു PJ. ഹലോ യെസ് മജു. ഹലോ ആ സാറേ, ഹലോ. ഞാനൊരു കാര്യം ചെയ്യും. ഇപ്പം ഇതിൻ്റെ സെല്ലുണ്ടല്ലോ, ബാറ്ററി, അത് ഓക്കെ. അത് കംപ്ലൈൻറ്റ് ഇപ്പോൾ 3 വർഷമല്ലേ പറയുന്നത്? 3 വർഷത്തിന് ശേഷം ചെറുതായിട്ട് വീക്കായി തുടങ്ങുന്നല്ലേ പറയുന്നത്? 3 വർഷത്തിന് ശേഷം ഏത് ബാറ്ററിയെ പോലെയും ഓരോ വർഷം ആ കഴിയുമ്പോൾ അതിന്റെ ചെറിയ ഓക്കെ ചാർജ് ഓക്കെ. കുറയും. അപ്പോൾ ഇതിങ്ങനെ സെല്ലായിട്ട് ഇങ്ങനെ കംപ്ലൈൻറ്റ് തീർക്കുകയാണോ, അതോ മൊത്തം ചേഞ്ച് ചെയ്യേണ്ടി വരും, അതോ ഓരോ സെല്ലായിട്ട് മാറ്റാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഇത്? നോർമലി ഒരു സെല്ലായിട്ട് കംപ്ലൈന്റ് വരുന്നത് വളരെ അപൂർവമാണ്. ഒരു സെല്ല് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പാരലായിട്ട് കുറെ സെല്ലുകളുണ്ട്. ഓക്കെ. പാരലിൽ ഒരു 10 സെല്ലോളം അല്ലെങ്കിൽ ആ 16 സെല്ലാണ് ഒരു വോൾട്ടേജ് കിട്ടാനായിട്ട് 48 വോൾട്ട് അല്ലെങ്കിൽ 51 വോൾട്ടേജ് കിട്ടാനായിട്ടുള്ളത്. അതിൻ്റെ ഓക്കെ ഇടയിൽ ഓക്കെ ഒരു സെല്ല് ചിലപ്പോൾ കംപ്ലൈന്റ് വളരെ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ 16 സെല്ല് കൂടി ഒരുമിച്ച് പോകാനേ ചാൻസ് ഉള്ളൂ. ഒരു സെല്ല് അങ്ങനെ പോകാൻ കുറവാണ്. ഇനി ഒരു സെല്ല് 2 സെല്ല് പോയാലും നമുക്കത് ആ സെല്ല് മാത്രം മാറ്റാം. അതല്ല ഒരു ലൈൻ ഉണ്ടെങ്കിലും അത് മാറ്റി ചെയ്യാവുന്നതാണ്. ഈ ബാറ്ററിയുടെ സെല്ലിന്റെ മൊത്തം കോസ്റ്റ് എത്ര വരുന്നുണ്ട്, എമൗണ്ട് എങ്ങനെ വരുന്നത്? 2 ഇന്ന് സെല്ലാണോ നമ്മൾ ഇതിൽ വരുന്നത്? സെല്ല് എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിയുടെ കോസ്റ്റ് ആക്ച്വലി ഒരു 1.45 ലാക്ക് ഉള്ള ബാറ്ററിയാണ് നമ്മളിൽ, ഓക്കെ 2 ബാറ്ററിയും ഓക്കെ കൂടിയിട്ട്. ഓക്കെ, രണ്ടും നമ്മൾ 3 കൂടിയിട്ടല്ലേ? വർഷമായിട്ട് ബാറ്ററി ബാക്കിയുള്ള മാനുഫാക്ചേഴ്സിനും ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ ബാറ്ററി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇപ്പം നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടറിൽ നിന്ന് ചാർജ് ചെയ്യാൻ കുഴപ്പമുണ്ടാവുമോ? ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി ഇത് ഞാൻ പറഞ്ഞു, നമ്മളിൽ ഓൺ ബോർഡ് ചാർജർ വണ്ടിയിലിരിക്കുന്നത് 1.2 കിലോ വാട്ട് ആണ്. അപ്പോൾ ഓക്കെ ഇൻവെർട്ടർ അതിനുള്ള കപ്പാസിറ്റി ഉള്ള ഇൻവെർട്ടർ ആണെന്ന് വെച്ചാൽ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ പറ്റില്ല. കാരണം നമ്മളിൽ ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ കിലോ വാട്ട് എന്ന് പറയുന്നത് 2 കിലോ വാട്ട് 3 കിലോ വാട്ടിന് മേലെ ബാറ്ററി ഉണ്ടാവില്ല. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 10 കിലോ വാട്ടിന്റെ അടുത്തുള്ള ബാറ്ററിയാണ്. ഓക്കെ 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 അപ്പൊ അത്രയും 10 ഇരട്ടി ഉള്ള പവറാണ് ഈ ഓട്ടോയിലുള്ള ബാറ്ററിക്ക് ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇൻവെർട്ടറിൽ വീട്ടിൽ 100 ആച്ചിന്റെ ബാറ്ററി ആയിരിക്കണമെന്ന് വെച്ചാൽ 1 കിലോ വാട്ടുള്ളൂ. 1 കിലോ വാട്ടല്ലോ? ഓക്കെ 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 ഓക്കെ. ആ ശരി. അപ്പോൾ താങ്ക് യു സാർ. ഓക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ. സർ, ഇനി നമുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. മിക്കതും നമ്മൾ ആൻസർ ചെയ്തതായിരുന്നു. അതിനകത്ത് അവോയ്ഡ് അജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഐ ആം ഓൾറെഡി ഇൻ ടു EV സ്കൂട്ടേഴ്സ്. I like to know about dealerships. I appreciate if I can get the details by email. സ്കൂട്ടേഴ്സ് ഐക്കോൺ ചെയ്യുന്നില്ല. സ്കൂട്ടേഴ്സിനുള്ള ബാറ്ററി, ലിഥിയം ബാറ്ററി ഐക്കോൺ സപ്ലൈ ചെയ്യുന്നുണ്ട് സ്കൂട്ടർ മാനുഫാക്ചേഴ്സിന്. Okay, sir. Sir, next question is, സർ, ഒരുപാട് പേര് നമ്മുടെ കോണ്ടാക്ട് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ സെർച്ച് മുമ്പ് പറഞ്ഞ നമ്പർ ഞാൻ ഒന്നും കൂടെ പറയാം. 9846032117. ഒന്നുകൂടെ പറയുന്നു, 9846032117. 9846032217. സർ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ചാർജേഴ്സ് നമുക്ക് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മെക്സ് എന്ന് പറഞ്ഞ ആള്. വീട്ടിൽ എന്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു? ചാർജിങ് സ്ലോട്ട്. എനിക്ക് തോന്നുന്നു സർ, നമ്മുടെ ഈ ടാറ്റ നെക്സോൺ ഒക്കെ വീടുകളിൽ ചാർജിങ് പോയിന്റ്സ് കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പോയിന്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ചോദിച്ചത്. വീട്ടില് പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, വണ്ടിയുടെ ഉള്ളിൽ ഒരു ചാർജർ ഉണ്ട്. അത് നോർമലി വീട്ടിലെ 16 വാട്ട്സ് 16 ആംപ്സ് പോയിന്റിൽ നമുക്ക് ചാർജ് ചെയ്യാം. അതിനൊരു പ്ലഗ് പോയിന്റ് നമ്മൾ സെപ്പറേറ്റ് ഒരെണ്ണം വയർ ചെയ്ത് വീണ്ടും പുറത്ത് വെച്ചാൽ മതി. അതല്ല ഫാസ്റ്റ് ചാർജർ വീട്ടിൽ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സോൺ കാറ് കൊടുക്കുന്ന പോലെ 2 ചാർജർ ഉണ്ട്. ഒന്ന് വണ്ടിയുടെ അകത്തിരിക്കുന്ന ചാർജർ, അതല്ലാതെ കുറച്ചുകൂടി ഫാസ്റ്റ് ചാർജറായിട്ട് വെക്കുന്നുണ്ട്. അതിനും നമ്മളിൽ കസ്റ്റമർക്ക് വേണമെങ്കിൽ വാങ്ങി സെപ്പറേറ്റ് വയ്ക്കാം. അത് നമ്മളിൽ 6 കിലോ വാട്ട് ചാർജറാണ്. ഇപ്പോൾ നെക്സോണും അറൗണ്ട് 6 കിലോ വാട്ട് അടുത്തുള്ള ചാർജർ തന്നെയാണ് കൊടുക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ്. അതുകൊണ്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൽ ബാറ്ററി ഫുള്ളി ചാർജ് ആക്കാൻ പറ്റും. ഓക്കെ സർ. സർ, 2 പേരും കൂടി സാറിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോജോ മാത്യു എന്ന് പറഞ്ഞാണ് ആദ്യമേ ചോദിച്ചിരിക്കുന്നത്. ജോജോ, കേൾക്കുന്നുണ്ടോ? ലോഡിംഗ് കപ്പാസിറ്റി എത്ര വരും സാർ?
നമ്മളിപ്പോ സാധനങ്ങൾ കൊണ്ട് കൊണ്ടുപോകണമെങ്കിലൊക്കെ തന്നെ അങ്ങനെ എത്ര കപ്പാസിറ്റി ഉണ്ട് ലോഡിംഗ് കപ്പാസിറ്റി നമുക്ക് ക്ലിയർ ആയില്ല ജോജു, ഒന്നുകൂടി ക്ലിയർ ആക്കാമോ? ലോഡിംഗ് കപ്പാസിറ്റി നമ്മളിപ്പോ സാധനങ്ങൾ പുറകിൽ വെക്കാൻ സ്ഥലമുണ്ടോ, അതോ നമുക്ക് ലോഡിംഗ് സാധനങ്ങൾ കൊണ്ട് ലോഡ് ചെയ്ത് സിമെന്റ് ആക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള അങ്ങനെ കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും? അങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പൊ അത്യാവശ്യം ഒരു വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സിമെന്റ് ആക്കോ അല്ലെങ്കിൽ ഒരു കരിയോ അങ്ങനെയൊക്കെ അത്യാവശ്യം അങ്ങനെ ഒരു 2-5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പറ്റും. ഞാൻ മനസ്സിലായ ചോദ്യം എന്താ പറഞ്ഞു? ക്രിസ്റ്റോസ് ലോഡിംഗ് കപ്പാസിറ്റിയെ കുറിച്ചാണ് ചോദിച്ചത്. എത്രമാത്രം ലോഡ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ഇപ്പൊ എന്തെങ്കിലും എമർജൻസിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അതാണ് ഞാൻ കേട്ടത്. മനസ്സിലായി. നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് നമ്മൾ 3 പാസഞ്ചർ വെച്ചിട്ടുള്ള വണ്ടിയാണ് ഇത്. 3 പാസഞ്ചറിന്റെ ലോഡ് എന്ന് പറയുന്നത് നമ്മൾ 80 കിലോ അല്ലെങ്കിൽ 100 കിലോ 300 കിലോ കയറ്റാവുന്നതാണ് മാക്സിമം പറ്റുള്ളൂ. അതിനും കൂടുതൽ ലോഡ് ചെയ്യാനുള്ള കുറച്ച് അത്യാവശ്യത്തിന് സിമെന്റ് 2 ചാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിമെന്റ് ചാക്ക് 100 കിലോ ആണ്. അപ്പൊ 3 ചാക്ക് തന്നെ മേലെ നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. സർ അടുത്തത് ജാസിർ ബാബു എന്ന് പറഞ്ഞ ആളാണ്. ജാസിർ കേൾക്കുന്നുണ്ടോ? അതെ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. നമ്മളെ 2 മോഡാണല്ലോ വണ്ടിക്ക് വരുന്നത്. ഹലോ. അതെ. അപ്പൊ അതില് നമ്മൾ ഒരു 3 പാസഞ്ചേഴ്സിനെ വെച്ചിട്ട് ഏതാണ് എക്കോ മോഡിൽ പോകാൻ വെച്ചാൽ എത്ര കിലോമീറ്റർ കിട്ടും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സ്പോർട്സ് ഏത് വേറെ മോഡല് ആ മോഡിൽ പോകാൻ വെച്ചാൽ എത്ര കിട്ടും മൈലേജ്? എക്കോ മോഡിൽ പോകാൻ വെച്ചാൽ മാക്സിമം നമുക്ക് 35 to 40 കിലോമീറ്റർ സ്പീഡിലാണ് പോകാൻ പറ്റുക. 40-ല് പോകുമ്പോൾ നമ്മളെപ്പോഴും ആക്സിലേറ്റർ ഫുള്ളി പിടിച്ചു പോകരുത്. ഇതിലാകുമ്പോൾ നമ്മൾ ആ സ്പീഡ് എത്തുമ്പോൾ ആക്സിലേറ്റർ കുറയ്ക്കുക. അപ്പോഴാണ് റീജനറേറ്റീവ് വർക്ക് ചെയ്യുക. അതല്ലാണ്ട് നമ്മൾ അങ്ങനെ 30 to 40 ഇടയിൽ നമുക്ക് പോകാൻ പറ്റും എക്കോ മോഡിൽ. അതിന് മേലെ സ്പീഡ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പവർ മോഡിൽ ഇടാം. അത് നോർമൽ റൂട്ടിൽ അപ്പോൾ നമുക്ക് സ്പീഡ് വളരെ 60 കിലോമീറ്റർ വരെ സ്പീഡിൽ പോകാൻ പറ്റും. അതുപോലെ കയറ്റത്തും പവർ മോഡിൽ ഇടേണ്ടി വരും. കയറ്റത്തിന്റെ എക്കോ മോഡിലാണ് നമ്മൾ ഒരു പാസഞ്ചർ വെച്ചിട്ടുള്ള മൈലേജ് ആണ് നേരത്തെ പറഞ്ഞത്. ആ 3 പേര് വെച്ച് പോകാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ 160-170 അടുത്ത് ഫുൾ ലോഡ് അയച്ച് കുറയാനുസരിച്ച്. അത് മറ്റേ സ്പോർട്സ് ഏതാണ് വേറെ മോഡ് ഇതിലിട്ട് കഴിഞ്ഞാൽ എന്ത് വരും? എത്ര മൈലേജ് കിട്ടുന്നുണ്ടാവും? അതിൽ ഇടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 140 to 160 കിലോമീറ്ററിന്റെ ഇതില് റേഞ്ച് കുറയും. കാരണം ഇതിനെല്ലാം 140-160 അല്ലേ? ഇവിടെ മലപ്പുറമാണ്. അപ്പൊ അവിടെ ഫുള്ള് കയറ്റങ്ങളുള്ള ഒരു ഏരിയയാണ്. ഓക്കെ. അപ്പൊ ആ ഭാഗത്തുള്ള ഒരു സ്പോർട്സ് മോഡ് തന്നെ വേണ്ടി വരും. നിങ്ങള് സ്പോർട്സ് മോഡിൽ എപ്പോഴും ഇടേണ്ട ആവശ്യം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മളൊന്ന് നോക്കേണ്ടി വരും. സാധാരണ കയറ്റങ്ങളെല്ലാം സ്പീഡ് പറഞ്ഞാൽ ഇത് കയറി പോകും. 30 കിലോമീറ്റർ സ്പീഡിൽ നോർമൽ കയറ്റങ്ങളെല്ലാം കയറി പോകും. ആ കയറ്റത്തിലും 40 കിലോമീറ്റർ സ്പീഡിൽ മേലെ പോകണമെങ്കിൽ മാത്രമേ മറ്റേ പവർ മോഡ് ഇടേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് കയറ്റത്തിൽ എപ്പോഴും പവർ മോഡ് ഇടേണ്ട കാര്യമില്ല. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് വന്നാൽ റീപ്ലേസ് അല്ല ചെയ്യുന്നത്, അതോ നേരാക്കി തരുകയാണോ? നമ്മൾ സ്പെയർ ബാറ്ററി നമ്മൾ സർവീസ് സമയത്ത് വേറെ സർവീസ് ബാറ്ററി തരും. അങ്ങനെ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സർവീസ് ചെയ്തിട്ട് തരും. ഇനി ബാറ്ററി മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിൽ മാത്രം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്യുള്ളൂ. നോർമലി അങ്ങനത്തെ സിറ്റുവേഷൻ വളരെ അപൂർവം ഉണ്ടായിട്ടില്ല. നമ്മൾ 3 വർഷമായി ബാറ്ററി മാനുഫാക്ചർ ചെയ്ത് ബാക്കിയുള്ള ഇലക്ട്രിക് വെഹിക്കിളിന് സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ഇതിന് വില എത്രയാണ് വണ്ടിയുടെ വില ഓൺ റോഡ് 3,25,000 രൂപ. 3,25,000 രൂപ. അതിൽ സബ്സിഡി ഉണ്ടോ? സബ്സിഡി സ്റ്റേറ്റ് ഗവൺമെന്റ് സബ്സിഡി 30,000 രൂപ ഉണ്ട്. നമ്മളെവിടേക്ക് അതിന്റെ ഷോറൂം വരുന്നുണ്ടോ മലപ്പുറം ജില്ലയില്? നമ്മൾ പാലക്കാട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പാലക്കാടും ഇപ്പൊ 10-15 ദിവസത്തിനുള്ളിൽ ഓപ്പൺ ആവും. തൃശ്ശൂർ ഷോറൂം ഇവിടെയാണ്. മലപ്പുറം നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഈ ആദ്യത്തെ റിക്വയർമെന്റ് കഴിഞ്ഞിട്ട് കോഴിക്കോടും മലപ്പുറം സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ട് നിൽക്കുന്നു. ഓക്കെ, ശരി. സർ ബിജു എന്ന് പറഞ്ഞ ആള് ചോദിച്ചിട്ടുണ്ട്. പ്ലീസ് ടെൽ അബൌട്ട് ദ എറണാകുളം ഷോറൂം ഓപ്പണിംഗ് ഡേറ്റ്. എറണാകുളം നമ്മുടെ ഷോറൂം ഫൈനലൈസ് ചെയ്തെല്ലാം കംപ്ലീറ്റഡ് ആണ് കളമശ്ശേരിൽ. അത് കമ്പനി ഡയറക്റ്റ് ഒരു ഡിസ്പ്ലേ സെന്റർ ആയിട്ടാണ് ചെയ്യുന്നത്. എറണാകുളം ഡീലർഷിപ്പ് 1 മാസത്തിനുള്ളിൽ ഓപ്പൺ ആവും.
ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയ് ഒരു 16-17 നമ്മൾ ഓപ്പണിങ്ങിന് പ്ലാൻ ചെയ്യുന്നു. ഓക്കെ സാർ, താങ്ക് യു സാർ. സാർ ഏകദേശം നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. ഒരു മൈക്ക് റിക്വസ്റ്റ് വന്നതും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ ഒരു ക്ലോസിംഗ് ബ്രീഫ് എന്നുള്ള നിലയ്ക്ക് സാറിന് എന്തെങ്കിലും കൂടി ആഡ് ഓൺ ചെയ്യാമോ? അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ കേട്ടത് നിങ്ങൾ നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്കും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി നിങ്ങൾ ഓരോ ചോദ്യത്തിൽ നിന്നും. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡീസൽ വണ്ടിയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, അത് 10 വർഷത്തിന് മേലെ അല്ലെങ്കിൽ 8 വർഷത്തിന് മേലെയാണ് ആ വണ്ടിയുടെ കാലയളവ് ഉണ്ടെങ്കിൽ, അടുത്ത 5 വർഷം നോക്കിയിരിക്കാതെ ആ വണ്ടി ഇന്ന് വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം വില കിട്ടുകയും ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഇലക്ട്രിക് ഓട്ടോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 5 വർഷത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം ചെറുതല്ല. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഇനീഷ്യലി കോസ്റ്റ് വരില്ലോ എന്ന് ആലോചിക്കണമെങ്കിലും വളരെ കൂടുതലാണ്. നമ്മളൊരു ഇന്ന് മുടക്കി നാളെ കിട്ടുന്നുള്ള ചിന്ത മാറി നിങ്ങൾ ഒരു വർഷം 2 വർഷം കൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ പറയാം. അതുപോലെ ഞങ്ങളുടെ ഹൈക്കോണിന്റെ ലെവലിൽ നിന്ന് ഞങ്ങളുടെ ഓട്ടോമൊബൈൽ സെഗ്മെന്റിലേക്ക് ആദ്യത്തെ ഒരു കാൽവയ്പ്പാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. സർവീസ് ആണ് ഹൈക്കോണിന് ഇന്ന് 5 എംപ്ലോയീസിൽ നിന്ന് 500-ൽ പരം എംപ്ലോയീസ് എത്തിച്ചു തന്നിട്ടുള്ളത്. ആ സർവീസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക്, കാരണം ഓരോ ഡ്രൈവറിന്റെ ഒരു ദിവസം ഓട്ടം മുടങ്ങിയാൽ ഉണ്ടാവുന്ന വിഷമം ഞാൻ നേരിട്ട് പല ഡ്രൈവർമാരുടെ അടുത്തും സംസാരിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് നമ്മൾ ഉൾക്കൊണ്ട് സർവീസ് എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ എത്രയും വേഗം നിങ്ങൾക്ക് ആ സൊല്യൂഷൻ തരുന്നതാണ്. അതിന്റെ സ്പീഡ് ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയൊരു USP ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. Thank you, sir. Sir, it's a time for vote of thanks. Myself, Cyril Matthews, mark the end of the session. I thank Mr. Christo George, sir, for the wonderful and fruitful session. He is the managing director and chairman for Hycon India Limited. I thank Hycon for associating with Manorama Kerala for the wonderful session. I thank on behalf of the participants as well for your wonderful session and your precious time for spending with us. Also, not the least, I also thank the participants for sparing your time with us, and hope you to see in the further sessions as well. Thank you. I wish all of you will book your electric auto very soon, save money and earn more. Thank you. താങ്ക് യു സുനിൽ, താങ്ക് യു മലയാളം മനോരമ. ഇങ്ങനെ ഒരു കറക്റ്റ് സമയത്ത് ഒരു ഉപജീവന മാർഗം തുറന്നു കൊടുക്കാൻ നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതെല്ലാവർക്കും ഉപകരിക്കട്ടെ. താങ്ക് യു.